الموجود بكل زمان لا إله إلا الله المعبود بكل مكان لا إله إلا الله المعروف بكل إحسان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شأن لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم سلطان ومن شر شيطان يا قديم الإحسان يا غفور يا غفار പടിപ്പറഞ്ഞാൽ തീരുകില്ല ദീർഘം പരനെ അതല്ലേ നിന്റെ പുണ്യ സ്വർഗം തനിയില്ല റബ്ബേ കാണുവാനാ വീട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനെ ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ പറയല്ല നീ എന്നോട് പോടാ പിന്നവാ വന്നെത്തി ഞങ്ങൾ പല വീട്ടിൽ നിന്നും ദുആഇന നൽകിടണേ ഞങ്ങളിൽ നീ അത് മഖ്ബൂലതായി ഒരുമിച്ച് കൂട്ട് ഞങ്ങളെ നീ മന്നവാ നാളെ നിന്റെ സ്വർഗലോകം തന്നിലായി സൂര്യചന്ദ്ര നക്ഷത്രഗോള താരപദങ്ങളെ പടച്ച മാമലകളും സമതലങ്ങളും ആറുകളും പുഴകളും ജലാശയങ്ങളും പടച്ച ജമാലിയത്തിന്റെ ജലാലിയത്തിന്റെ നൂറാനിയത്തിന്റെ പ്രഭവ കേന്ദ്രമേ ജബ്ബാറായ അല്ലാഹ് സ്തുതികളഖിലവും നിനക്കാണ് തമ്പുരാനെ
ഞങ്ങളുടെ മനസ്സിന്റെ മാണിക്യക്കൊട്ടാരത്തിലെ രാജകുമാരനെ സാഗരപ്പരപ്പുകൾക്കപ്പുറം മദീന മലർവാടിയിൽ ഹരിതമിനാരത്തിന് താഴെ ഉണർന്നിരുന്ന് സദസ് കാണുന്ന സ്വാദിഖുൽ മസ്തൂഖുൽ അമീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹുവേ, അവിടുത്തെ മേൽ നിന്റെ കൃപാ കടാക്ഷങ്ങൾ ഓശാരമായി ചൊരിയണമേ തമ്പുരാനെ. ഞങ്ങൾക്കറിവിന്റെ ആദ്യാക്ഷരി കുറിച്ചു തന്ന 1-ാം ക്ലാസ്സിലെ മുല്ലാക്ക മുതൽ അറിവിന്റെ കൈവഴികളിലെ സകലമാന ഗുരുപരമ്പരകളിലും അനുഗ്രഹമേകണേ റബ്ബേ. അഭിവന്ദരായ ഖാളി ഉസ്താദ് അവർകളെ, അഭിവന്ദരായ നിലാമി ഉസ്താദ് അവർകളെ, ബഹുമാന്യരായ ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കാരുണ്യവാനും ദയാപരനുമായ തമ്പുരാൻ നമ്മെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ അനുഗ്രഹധന്യമായ സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മെയും നമ്മോട് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന അർത്ഥത്തിലാണ് കുടുംബം എന്ന് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. കൂടുമ്പോൾ ഇമ്പമില്ലാതെയായാൽ ഭൂകമ്പം ആണ് പിന്നെ സംഭവിക്കുക. ഊഷ്മളമായ ഒരു ബന്ധത്തിന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് നമ്മുടെ കാലത്തെയും വലിയ മാതൃക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളുടെ മുന്നിൽ വാത്സല്യനിധിയായ ഒരു പിതാവായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെയും അബീ ത്വാലിബിന്റെയും മുന്നിൽ സ്നേഹനിധിയായ ഒരു മകനായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മുന്നിൽ സംരക്ഷകനും സ്നേഹമുള്ളവനുമായ ഒരു ഭർത്താവായിരുന്നു. പുണ്യനബിയുടെ ജീവിതത്തിൽ ആ അർത്ഥത്തിൽ ഊഷ്മളമായ ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ മാതാപിതാക്കൾക്ക് സന്താനങ്ങളോടുള്ള ബാധ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു കുട്ടി പിഴച്ചു പോകാൻ, വഴികേടിലായി പോകാൻ, അവന്റെ കൾച്ചർ മാറിപ്പോകാൻ അടിസ്ഥാനപരമായി 3 കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം എന്ന്. ആ കുട്ടി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു. വലാ അല്ലമനി ശൈഉം മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എന്നെ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. വലാ അഹ്സന ഇസ്മി, എന്റെ പേര് നന്നാക്കുകയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിതാവിനോട് ദേഷ്യപ്പെട്ടത് എക്കാലത്തുമുള്ള മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ നമുക്ക് മാതൃകയാണ്. ഹബീബ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മക്കളുടെ ഇടയിൽ സമമാക്കണമേ. ഒരാൾക്ക് ഒരുപാട് മക്കളുണ്ടാകും, ഒരുപക്ഷെ എല്ലാവരോടും മനസ്സിൽ ഒരുപോലെ സ്നേഹമുണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിൽ ഒരുപക്ഷെ സ്നേഹത്തിൽ ഏറ്റ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ പുറമേക്ക് പ്രകടിപ്പിക്കുമ്പോൾ എല്ലാവരെയും സമത്തിലാണ് നാം കാണാവൂ. സമ്പന്നനായ മകനോട് കൂടുതൽ സ്നേഹം, കുറച്ചുകൂടി സമ്പത്ത് കുറഞ്ഞ ആളോട് സ്നേഹക്കുറവ് എന്ന നിലവാരം ശരിയല്ല. പണമുള്ള മരുമകനോട് കൂടുതൽ സ്നേഹം, പണമില്ലാത്ത മകളുടെ മരുമകനോട് സ്നേഹത്തിൽ കുറച്ച് കുറവ്, ഇത് ഇസ്ലാമികമല്ല. നാം അടിസ്ഥാനപരമായി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോടുള്ള ബാധ്യത തീർക്കുന്നതിൽ നമ്മൾ വലിയ പ്രശ്നത്തിലൊന്നുമല്ല.
ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും. പക്ഷെ പലപ്പോഴും ജനങ്ങളോടുള്ള ബാധ്യത തീർത്തുന്നതിൽ നമുക്ക് പിഴവുകൾ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽസമൂ ഔലാദകും വഹ്സിനൂ ആദാബഹും. നിങ്ങൾ അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണമേ, കുഞ്ഞുങ്ങൾക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണമേ. അവരോട് നിങ്ങൾ തുല്യത പുലർത്താൻ ശ്രമിക്കണമേ, അവരോട് നിങ്ങൾ സമമായി പെരുമാറണമേ. ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരു സ്ഫടിക സമാനമായ മനസ്സാ. ഉമ്മമാരെ, കൊച്ചു കുഞ്ഞുങ്ങളുള്ള സഹോദരിമാരെ, ക്രിസ്റ്റൽ വിശുദ്ധിയാണ്, സ്ഫടികത്തിന്റെ വിശുദ്ധിയാണ് ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും തകരാൻ നമ്മുടെ ഒരു വാക്ക് മതി, നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു അണു അംശം മതി. കുഞ്ഞിന്റെ വളർച്ചയെ അത് സാരമായി ബാധിക്കുമെന്നാണ് ചൈൽഡ് സൈക്കോളജി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനേറെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പെണ്ണ്, ആ സമയത്ത് അവൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ സംഘർഷങ്ങള്, വേദനകള്, നടുക്കങ്ങള്, ഭയപ്പാടുകള്, അത് ഗർഭസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ വരെ ബാധിക്കുമെന്നും അതിന്റെ സ്വഭാവ രൂപീകരണത്തിൽ അത് സ്വാധീനം ചെലുത്തുമെന്നും ആധുനിക ചൈൽഡ് സൈക്കോളജി നമ്മോട് വിളിച്ചു പറയുന്നുവെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പേ ഒരു കണ്ണട കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലൗഹിയായ വിജ്ഞാനം കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒരു കുഞ്ഞിന്റെ സമീപത്തായിരുന്നാൽ കുഞ്ഞിനെ പോലെ പെരുമാറണേ എന്ന് ത്വഹ റസൂലുള്ളാഹി. കുഞ്ഞിനെ പോലെ പെരുമാറണം നിങ്ങൾ കുഞ്ഞിന്റെ അടുക്കലാണെങ്കിൽ. വേറെ ഒരു ഹദീസിൽ കാണാം, സവ്വൂ ബൈന ഔലാദിക്കും, നിങ്ങൾ മക്കൾക്കിടയിൽ വിഭിന്നത കാണിക്കരുത്, നിങ്ങൾ സന്താനങ്ങൾക്കിടയിൽ വിഭാഗീയത കാണിക്കരുത്. അതുപോലെ അവർക്ക് നൽകുന്നതിലും ഫിൽ അതിയ, നൽകുന്നതിലും നിങ്ങൾ വ്യത്യാസം കാണിക്കരുതെന്ന് മുത്തായ നബി മുസ്തഫ. കേരളത്തിൽ വ്യാപകമായി അനുഭവപ്പെടുന്ന ഒരു പ്രവണതയാണിത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കൊച്ചു കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിൽ മാതാവിന്റെ സർവകലാശാല വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വലുതായിട്ട് മക്കള് കുരുത്തക്കേട് കാണിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഒരു പരിധിവരെ പൂർണ്ണമായിട്ടല്ലെങ്കിലും മാതാവിനോ പിതാവിനോ അവകാശപ്പെടുന്നതാണ്. കാരണം ഇത് സ്വാധീനിക്കുമെന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആധുനിക സൈക്കോളജിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനേറെ കഴിക്കുന്ന ഭക്ഷണം പോലും കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കും എന്ന. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 2 വർഷം മുമ്പേ ഒരു ക്യാനുമായി ഒരാൾ പിടിയിലായി. ദുബായിലേക്ക് പോവുകയാണ് അയാൾ. ഈ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായോ? ക്യാൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ടിന്ന്. അത് എമിഗ്രേഷൻ ക്ലിയറൻസിൽ അയാൾ പിടിക്കപ്പെട്ടു. അതിലൊരു ലിക്വിഡാണ് ഉണ്ടായിരുന്നത്, ഒരു തരം എണ്ണയാണ് ഉണ്ടായിരുന്നത്. പോലീസുകാർ അയാളെ പിടിച്ചു, ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദുബായിലെ ഒരു ബിസ്ക്കറ്റ് നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോകുന്ന സാധനം, ഞാനിത് മുമ്പും കൊണ്ടുപോയിട്ടുണ്ട്, ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണതാ. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഇന്ത്യൻ ആർമി
ഇന്ത്യൻ പട്ടാളം സ്ഫോടക വസ്തു നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന എണ്ണയാണ്, അതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡാണ്. ഇത് അതിമാരകമായ സ്ഫോടനം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചു നെടുമ്പാശ്ശേരിയിൽ. മുഅ്മിനീങ്ങളെ, ഈ സാധനം കൊണ്ടുപോയിട്ടാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ഈ ബിസ്ക്കറ്റ് കഴിക്കണ കുട്ടി പിന്നെ പൊട്ടിത്തെറിക്കാതിരിക്കോ? പറഞ്ഞത് കേൾക്കാതിരിക്കോ? പഴമയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊക്കെ ഇപ്പോ ഈ എന്താ പറയുക, ഇൻസ്റ്റന്റ് ഫുഡാണ് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഒക്കെ പാക്കറ്റ് ഐറ്റംസ് ആണ്. ലൈസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. പന്നിക്കൊഴുപ്പിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം. കഴിഞ്ഞ ദിവസം ബഷീർക്ക് ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു തന്നു. അതിൽ നമ്മളൊക്കെ ഗൾഫിൽ പോയവരൊക്കെ ധാരാളമായി കഴിക്കുന്ന, മലപ്പുറത്തെ പെണ്ണുങ്ങളൊക്കെ നന്നായി കഴിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ് അതിന്റെ പേര്? സോസേജ്. ദ്വീപിലെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോസേജ് നല്ല ടേസ്റ്റാണ് തിന്നാൻ. നിങ്ങൾ കൊച്ചി പോകുമ്പോൾ അത് ചോദിച്ചു വാങ്ങണ്ട. ജീവനുള്ള പന്നികളെ മെഷീനിലിട്ടിട്ട് അറുത്ത് ഒരു പൾപ്പാക്കി മാറ്റി, പിന്നെ അത് വേറെ യന്ത്ര സംവിധാനത്തിലൂടെ നാരുകളാക്കി എടുത്ത് പിന്നെ അത് പൊരിച്ചെടുത്ത് കൊണ്ടുവരുന്ന സാധനമാണ് സോസേജായി ഉപയോഗിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ എന്ന നിലക്ക്, മുസ്ലിമുകൾക്ക് പന്നി തിന്നാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് ഇരിക്കട്ടെ, ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണോ അത്? ഫോർ എക്സാമ്പിൾസ്, ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ ഇതേപോലെയുള്ള ഐറ്റംസ് ആണ് ഇപ്പോ ഉമ്മമാര് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. ടി വിയിൽ എന്താണ് കാണുന്നത്, ടി വിയിൽ എന്താണ് പരസ്യം കാണിക്കുന്നത്, അതാണ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. പലപ്പോഴും പരസ്യത്തിൽ നമ്മൾ വീണു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ സകലമാന പോഷക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഹൈജീനായ ഫുഡ് നൽകാൻ കരുത്തുള്ള ഒരു ലിക്വിഡ് നമ്മുടെ ഉമ്മാന്റെ മാറിടത്തിൽ സമ്മാനിച്ചിട്ട് ഹൗലൈനി കാമിലൈൻ, 2 വർഷം നിങ്ങൾ സമ്പൂർണമായി കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ വായന്റെ ഉള്ളിലേക്ക്, പല്ല് മുളക്കാത്ത കുട്ടിയുടെ മോണക്കുള്ളിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ നിപ്പിള് തിരികെ കയറ്റിയിട്ട് കൃത്രിമമായ പാല് കൊടുക്കുന്ന ഉമ്മമാര് ആരുടെ പേരിലാണ്, ആരുടെ ചതിക്കുഴിയിലാണ് നമ്മൾ വീണു പോകുന്നത്? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഭക്ഷണം പോലും കുട്ടികളെ സ്വാധീനിക്കുമെന്നതാണ്. അതുപോലെ ഗർഭാവസ്ഥയിൽ സീരിയൽ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഭയപ്പാടിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഞടുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ കൈകാലിന്റെ വളർച്ചയെ ബാധിക്കും. ആ കുട്ടി പിന്നെ പ്രസവിക്കപ്പെടുമ്പോ വികലാംഗനായിട്ടാണ് പ്രസവിക്കപ്പെടുക. അവന്റെ ഐക്യു കുറവായിരിക്കും, അവന്റെ ബുദ്ധിക്ക് തകരാറുണ്ടായിരിക്കും എന്നാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. നേരം പോക്കിന് വേണ്ടിയിട്ട് ടെലിവിഷൻ കാണുന്നവർ ശ്രദ്ധിക്കണം. പരസ്പരം അമ്മ മനസ്സും ചില്ലുവിളക്കും അമ്മായിമ്മ പോരും ഒക്കെ കണ്ടിട്ട് സമയം കളയുന്നവർ ചിന്തിക്കണം. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞ പോലെ ദ്വീപിന് ഈ സീരിയലുകളുടെ ഒരാവശ്യമില്ല. കാരണം അമ്മായിമ്മ പോരും എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ലല്ലോ. പെണ്ണിന്റെ വീട്ടിലല്ലേ പെണ്ണ് നിൽക്കുന്നത്? അങ്ങനല്ലേ തന്നല്ലേ? ഞങ്ങളുടെ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുക. ഈ കുട്ടി കയറി വന്നത് മുതൽ പിന്നെ അമ്മായിമ്മ ചെയ്യാറുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ വേദനകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീരിയലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ അമ്മായിമ്മയും മരുമക്കളിൽ നിന്ന് കാണുക. ഒരു സീരിയലിൽ അമ്മായിമ്മാന്റെ പ്രശ്നമാണെങ്കിൽ ഒന്നിൽ മരുവളുടെ പ്രശ്നമാണ്. ഒന്ന് കാണുമ്പോൾ മരുവൾ ഇങ്ങനെ നോക്കുക, അമ്മായിമാനെ കണ്ടോളി. ഒന്ന് കാണുമ്പോൾ അമ്മായിമ്മ തിരിച്ചു നോക്കും. നിങ്ങൾ എന്തിനാ മുഅ്മിനീങ്ങളെ അത് കാണും? മുഅ്മിനാത്തുകളെ നിങ്ങൾ എന്തിനാ കാണുന്നത്? ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലല്ലോ. ഇവിടെ സ്വച്ഛന്തമായ ഒരു അവസ്ഥയുള്ള നാടല്ലേ. കാണുന്നുണ്ട് എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഈ ടെലിവിഷനിലെ സീരിയൽ കാണുന്നുണ്ട് എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇതൊക്കെ കുഞ്ഞുങ്ങളെ മാരകമായി സ്വാധീനിക്കുന്നതാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ അന്വേഷണത്വരയുള്ള ഒരവസ്ഥയിലായിരിക്കും. കുഞ്ഞുങ്ങൾ ചോദിക്കും ഇതെന്താണ്? അപ്പൊ അമ്മ പറയും ഇത് മൈക്കാണ്. ഇതെന്താണ്? ഇത് ഗ്ലാസ് ആണ്. ഇതെന്താണ്? അതൊരു മൈക്കിന്റെ മോണിറ്ററാണ്. 3 വട്ടമൊക്കെ അമ്മ അങ്ങനെ പറയാം. അപ്പൊ അതിന് ക്ഷമ ഒരുവിധം നശിച്ചിട്ടുണ്ടാവും.
നാലാമത്തെ വാട്ട ഒരു കുട്ടി ഒന്ന് ചോദിച്ചത് എൻ്റെ വാപ്പാന്റെ തലയാണ് എന്ന് പറയും. അപ്പൊ കുട്ടി മനസ്സിലാക്കുന്നത് വാപ്പാന്റെ തല എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ എന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആ കുട്ടിയുടെ അന്വേഷണത്തെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ കൃത്യമായി ദീനി അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ആരുടെയെങ്കിലും അരികിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ പോലെ നിങ്ങൾ കുഞ്ഞിനോട് പെരുമാറണമേ എന്ന് മുഹമ്മദ് മുസ്തഫ. കുഞ്ഞുങ്ങളെ കുറിച്ച് പഠനം നടക്കുന്ന ലോകമേ, അവരുടെ മനസ്സിന്റെ വ്യാപാരങ്ങളെ കുറിച്ച് ചിന്തിച്ച് പഠനങ്ങൾ നടക്കുന്ന കാലമേ, ഒരു കണ്ണട കണ്ടുപിടിക്കാത്ത 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാന്റെ റസൂൽ അത് പഠിപ്പിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങള് ഹസനും ഹുസൈനും അരികിൽ വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ആന നടത്തം നടക്കുകയാണ്. കുഞ്ഞുങ്ങളെ മുതുകിലിരുത്തിയിട്ട് പുന്നാര നബി നടന്നുപോയി എന്ന് മുട്ടുകുത്തിയിട്ട് ആര്? മിഅ്റാജിന്റെ രാത്രിയിൽ സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങൾക്കപ്പുറം പോയി, ബഹറുൻ നൂറിന്റെ അപ്പുറം പോയി, ജിബ്രീലിന് പോലും പ്രവേശനാനുമതിയില്ലാത്ത പ്രോഹിബിറ്റഡ് ഏരിയയുടെ അപ്പുറം പോയി റബ്ബുൽ ഇസ്സയെ നേരിട്ട് കണ്ട മുഹമ്മദ് മുസ്തഫ. ഹസനും ഹുസൈനും പുറത്തു കയറി റളിയല്ലാഹു അൻഹു. നമ്മുടെ വലിയപ്പാർക്ക് പറ്റുമോ മുനികളെ? നമ്മുടെ കുട്ടികളെങ്ങാനും പേരക്കുട്ടികൾ അടുത്ത് വന്നാൽ നമ്മൾ ഫുട്ബോൾ തട്ടണമാതിരി തട്ടും. ഇതൊക്കെ ദീനാണ് എന്ന് നമ്മൾ അറിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടഭിപ്രായമുണ്ട് റിവായത്തിൽ. ഒന്ന്, പുന്നാര നബി തന്റെ പേരക്കിടാവിനെ ചുംബിക്കുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടെ ഒരു സഹാബി വര്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, കുഞ്ഞുങ്ങളെ ചുംബിക്കുന്നോ നബിയേ? കുട്ടികളെ ചുംബിക്കുകയോ ഉമ്മ വെക്കുകയോ എന്താണിത്? അതും നിങ്ങളെപ്പോലെ ഒരാൾ. ഇന്നലീ അശറത മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും, ഞാൻ അവരെ ഇതുവരെ ചുംബിച്ചിട്ടില്ല. 10 കുട്ടികൾ എനിക്കുണ്ട്, ഞാൻ അവരെ ചുംബിച്ചിട്ടില്ല നബിയേ. അപ്പൊ അള്ളാന്റെ റസൂല് പറയുകയാണ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവന് അത്യുന്നതങ്ങളിലുള്ള നാഥൻ കരുണ കാണിക്കില്ല മോനെ. മുഹമ്മദ് മുസ്തഫ ഈ മാതാവിന്റെ ചുംബനം കിട്ടാത്തതിന്റെ പേരിലാ, ഈ പിതാവിന്റെ വാത്സല്യത്തിന്റെ ചുടുമുത്തം കിട്ടാത്തതിന്റെ പേരിലാണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവില് തെറിച്ച പിള്ളേര് വന്നിട്ട് പരസ്യമായി ചുംബന സമരം നടത്തിയത്. ഇനി അത് മലപ്പുറത്തെ കോട്ടക്കുന്നില അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. പോരാട്ടത്തിന്റെ ശൂരത്വം വിളമ്പിയ മലപ്പുറത്ത് മുഅ്മിനീങ്ങളെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ പോവാ. ഏത് തറവാട്ടിലാണ് ഈ തെറിച്ച മക്കള് പിറന്നു വീണത്? ഉമ്മാന്റെ സ്നേഹം കിട്ടാത്തവരാ, പിതാവിന്റെ വാത്സല്യം ലഭിക്കാത്തവരാ, അന്യന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഓടി അലയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുഞ്ഞുനാളിലെ നിങ്ങൾ മക്കൾക്ക് സ്നേഹം പകർന്നു കൊടുക്കൂ. അമിതമായ ലാളന വേണമെന്നല്ല, പരിധിക്കുള്ളിൽ നിന്ന് നിങ്ങൾ അവരെ സ്നേഹിച്ചേ മതിയാകൂ. നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ സിംഹങ്ങളാകല്ലേ, പുലികളാകല്ലേ, കരടികളായി മാറല്ലേ. ചില ഉമ്മാരൊക്കെ കുട്ടികളുടെ മുമ്പിലേക്ക് ഒരു ചാട്ട, ഈ തൃശ്ശൂർ മൃഗശാലയിൽ സിംഹക്കൂടിന്റെ മുമ്പിൽ പോയിന്ന മാതിരിയോ പറഞ്ഞിട്ട് ഒരേ ചാട്ട. അങ്ങനെയൊന്നും ചെയ്യരുത് മുഅ്മിനീങ്ങളെ. അതൊക്കെ കുട്ടികളെ വല്ലാതെ ബാധിക്കും. കുട്ടികൾ പേടിക്കുന്നുള്ളത് മാത്രമല്ല, അത് ബാധിക്കും, അവരുടെ ബുദ്ധിയെ തകരാറാക്കും. പിന്നെ നിങ്ങൾ സംഭാവന ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നല്ല ഉമ്മമാരാകുക, നല്ല ഉപ്പമാരാകുക. നമ്മുടെ പ്രൊഫഷൻ ഏതാകട്ടെ, വീട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോ നമ്മൾ ഒരു കുഞ്ഞിന്റെ പിതാവാണ്, മാതാവാണ്. ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. കുഞ്ഞുങ്ങളോടെ പെരുന്നി കട്ട കളിക്കണ ഒരു ഫോട്ടോ. ഞാൻ ഇട്ടതല്ല, എൻ്റെ ഒരു അളിയനെടുത്ത് ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു.
കുട്ടികളുടെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ആ ഫേസ്ബുക്കിൽ അത് ഇട്ടപ്പോൾ ഭയങ്കര കമന്റ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ, ഇത് ശരിയായ ഒരു രീതിയാണോ? ഞാൻ ടൗണിൽ പോയിട്ടല്ല ചെയ്തത്, എൻ്റെ വീട്ടില് എൻ്റെ കൊച്ചുകുട്ടികളുടെ ഒപ്പം ഞാൻ ഇരുന്നപ്പോൾ ആരോ എടുത്ത് ഫോട്ടോ എടുത്ത് വിട്ടതാണ്. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റില് കുഞ്ഞുങ്ങളുടെ മുന്നിലൊന്നും അങ്ങനെ ഇരിക്കാൻ പാടില്ല, കുട്ടികളെയൊന്നും നമ്മൾ വാപ്പാര് കളിപ്പിക്കാൻ പാടില്ല, അവരിങ്ങനെ എയർ പിടിച്ച് നടക്കണം, ഈ എന്താ പറയുക, ഈ ക്രെയിനിന്റെ ടയറുമാതിരി എയർ പിടിച്ച് നടക്കണം, കുട്ടിയുടെ മുന്നിലോ കരടിയാകണം എന്നൊരു ചിന്ത ആരാണ് മോമിനികളെ നമ്മെ പഠിപ്പിച്ചത്? എന്താണ് കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിച്ചാൽ, എന്താണ് കുഞ്ഞുങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ? നമ്മുടെ സമൂഹത്തിന്റെ ഒരു മെന്റാലിറ്റി അങ്ങനെയായി പോയിട്ടുണ്ട്. നല്ല വിലയുള്ളത് അതിലിട്ട, നല്ല വിലയുള്ളത് ഈ മേശപ്പുറത്തന്നെ കൊടുന്ന വെച്ചാൽ അത് നമുക്ക് ലേലം വിളിക്കാം, കുറച്ച് വിലയില്ലാത്ത കൊടുത്താൽ മതി. 100 റുപ്യയിൽ കുറയാതെ എടുക്കാനാ പറയുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമേ, മുഹമ്മദ് മുസ്തഫ വർഹമൂഹും, നിങ്ങൾ അവരോട് കരുണ കാണിക്കണമേ. വഇദാ വഅത്തുമൂഹും ഫഫൂലഹും ഖാല റസൂലുള്ളാഹി, അവരെ സ്നേഹിക്കണം, കരുണ കാണിക്കണം. കുഞ്ഞുങ്ങളോടൊരു വാഗ്ദാനം ചെയ്താല് അത് പാലിക്കണം. നിങ്ങള് കുഞ്ഞുങ്ങളെ ചതിക്കല്ലേ എന്ന് ത്വഹാ റസൂലുള്ളാഹി. നിങ്ങളെ നമ്മൾ ചിലപ്പോ കുട്ടികളെ വിളിക്കാൻ വേണ്ടിട്ട് പറയില്ലേ, ഇങ്ങോട്ട് വാ മിഠായി. നമ്മൾ ചിലപ്പോ പറയുന്ന ഒരു പാക്ക, ഇവിടെ പറയുമെന്ന് എനിക്കറിയില്ല, ഇവിടെ ഒരു മാസം ഞാൻ താമസിക്കട്ടെ എന്നിട്ട് ഞാൻ ഇവിടുത്തെ കാര്യം പറയാം. ഇപ്പൊ തങ്ങൾ ഉസ്താദ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇപ്പൊ കുറെയൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായ കുറെ കാര്യമുണ്ട്, അത് ഞാൻ പോണമെന്ന് പറയാം. കുഞ്ഞുങ്ങളെ എങ്ങനെ വിളിക്കും? നമ്മളൊരു വീട്ടിൽ വിരുന്ന് പോയാലും അങ്ങനെ തന്നെ അല്ലേ? ഏതെങ്കിലും ആ വീട്ടിൽ ഒരു കൊച്ചുകുട്ടിനെ കണ്ടാൽ നമ്മളിങ്ങനെ വിളിക്കും, ബാബാ മിഠായി തരാം. എന്ത് മിഠായി? 5 രൂപയുടെ നോട്ട് പോലും ഉണ്ടാവില്ല കീശയിൽ, ചുമ്മാ വിളിക്കുന്നതാ. കുഞ്ഞു പ്രതീക്ഷയുടെ ഓടി വരും, അവന്റെ മനസ്സിൽ മിഠായിയുടെ മധുരമാണ്. നമ്മൾ കുട്ടി വന്ന അതിനെടുക്കും, എന്നിട്ടിങ്ങനെ ചുംബിക്കൊക്കെ ചെയ്യും. അത് കുറ്റകരമാ. കരാറ് പറഞ്ഞാൽ പാലിക്കണമെന്ന് ത്വഹ റസൂലുള്ളാഹി. എന്തിനാ അത് പ്രത്യേകിച്ച് പറഞ്ഞത്? കരാറ് പാലിക്കാത്തവൻ മുനാഫിഖാണെന്ന് വേറെ ഹദീസ് ഉണ്ട് വലിയവരെ കുറിച്ച്. എന്തിനാ പിന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞ ഹദീസിൽ എടുത്തു പറഞ്ഞത്? നമ്മളെല്ലാവരും കുട്ടികളെ അങ്ങനെ പറ്റിക്കും എന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ പറയും, മോൻ SSLC പാസ്സായ ബാപ്പച്ചി ഒരു ബൈക്ക് മേടിച്ചരട്ടോ എന്ന് പറയും. ആദ്യം തന്നെ അത് പറയാൻ പാടില്ല. കുട്ടികൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കരുത്. ബൈക്ക് ആക്സിഡന്റിന്റെ മരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെമ്പാടും. ഇവിടെ പിന്നെ സ്പീഡിൽ പോകാൻ പറ്റിയ റോഡില്ലാത്ത കാരണം ഉണ്ടാകും. ഇവിടെ ഹൈവേ ഇല്ല. അഥവാ ഓടിയാൽ വല്ല ആട്ടുകുട്ടി മുമ്പിൽ ചാടിയിട്ട് വണ്ടി മറിയും. അതുകൊണ്ട് എല്ലാവരും പതുക്കെ വിടുള്ളൂ. അങ്ങോട്ട് അങ്ങനെയല്ല, നാഷണൽ ഹൈവേ പരന്ന് കിടക്കുക. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് 3 കുട്ടികൾ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു പോയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അതിന്റെ ഒരാഴ്ച മുമ്പാണ് 3 ആളുകൾ വേറെയും മരിച്ചുപോയി. നമ്മുടെ ഈ ബഷീർ ഖാന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഒരു കുട്ടി ഇടിച്ചു. ഒരു കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അള്ളാഹു ഖൈറാണെങ്കിൽ ആഫിയത്തോടു കൂടിയുള്ള ജീവിതം തിരിച്ചു കൊടുക്കട്ടെ. അപ്പൊ മുഅ്മിനീങ്ങളെ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നാണ് മലയാളക്കരയിൽ പറയാറുള്ളത്. എന്നിട്ട് കുട്ടി SSLCയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയാലും അത് ചുമ്മാ പറഞ്ഞല്ലടേ, എന്തുട്ട് നീ ഇങ്ങനെ, എന്നിട്ടൊരു ഡയലോഗാണ്. അത് കുറ്റല്ലേ മുഅ്മിനീങ്ങളെ? നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മൾ കരാറ് പറയരുത്. അഥവാ പറഞ്ഞാൽ അത് പാലിക്കണമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. മൻ കാന ഇൻദഹു സബീ, നിങ്ങളുടെ ആരുടെയെങ്കിലും അരികില് ഒരു കുട്ടി ഉണ്ടെങ്കിൽ, സ്വന്തം കുഞ്ഞാകട്ടെ മറ്റുള്ളവരുടെ കുട്ടിയാകട്ടെ, ഫൽയതസാബലഹു, കുഞ്ഞുങ്ങളെ പോലെ അവരോട് നിങ്ങൾ പെരുമാറണമേ. മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ് പ്രവാചകൻ പെരുമാറിയിട്ടുള്ളത്.
കുഞ്ഞുങ്ങളെ പോലെ പെരുമാറെന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ലളിതമായ കാര്യങ്ങളിലാണ് ചിന്ത ഉണ്ടാകുക. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതൊരു വാത്സല്യമാണ്, ഒരു സ്നേഹമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു പോകുക. നിങ്ങൾ സൗവോബൈന ഔലാദിക്കും സമമാക്കണം. നമ്മളൊരു വിരുന്നിന് പോയപ്പോ, കണ്ണൂർ ജില്ലയിൽ ഒരു പദപ്രസംഗത്തിന് പോയപ്പോ ഭക്ഷണത്തിന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. വലിയ സമ്പന്നനായ വീട്ടുകാരൻ. ആ മനുഷ്യന് 3 ആൺകുട്ടികൾ, 1 പെൺകുട്ടിയേ ഉള്ളൂ. 3 കുട്ടികളെ മുന്നിൽ കൊണ്ടു നിർത്തി. എനിക്ക് കൃത്യമായി പേരൊന്നും ഓർമ്മയില്ലെങ്കിലും ഉദാഹരണത്തിന് വേണ്ടി 2-3 പേര് പറയും. എനിക്ക് ഓർമ്മയില്ല പേര്, നുണയാകാൻ പാടില്ലല്ലോ. റഷീദ് എന്നോ ബഷീർ എന്നോ ഹംസ എന്നൊക്കെ പേരുള്ള 3 കുട്ടികൾ. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഇവൻ +2 പഠിക്കുകയാണ്, ഇവൻ BA പഠിക്കുകയാണ്, അവൻ അങ്ങനെയാണ്, ഇവൻ സ്പോർട്സിൽ ഇങ്ങനെയാണ്. ലാസ്റ്റ് 3-ാമത്തെ കുട്ടിനെ പരിചയപ്പെടുത്തിയപ്പോ ഇയാളുടെ മുഖത്തെ സന്തോഷം മൊത്തം പോയി. ഒരു തരം ലജ്ജയോടെ അയാൾ സംസാരിക്കുക. അവൻ പഠിക്കില്ല ഉസ്താദേ, ആകെ കളിച്ചു കിടക്കും. എന്തിനാ പറ്റിയ കുറെ തിന്നു അവൻ, പിന്നെ കുറെ കളിക്കും, പിന്നെ കുറെ ഉറങ്ങും. തന്നെ മുഅ്മിനീങ്ങളെ, ആ കുഞ്ഞിന്റെ മുഖമാകെ മാറിപ്പോയി. ബാപ്പാന്റെ മുന്നില്, അതിഥിയുടെ മുന്നില്, ഗസ്റ്റിന്റെ മുന്നില് ആ കുഞ്ഞിനെ വാപ്പ അപമാനിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലുല്ലേ അങ്ങനെ? കുട്ടികളെ അങ്ങനെ ചെയ്തു പോകരുത്. മക്കളെ നിങ്ങൾ അങ്ങനെ പരിഹസിച്ചു പോകരുത്, കളിയാക്കി പോകരുത്. അവർക്കെതിരെ ശാപത്തിന്റെ വചനങ്ങൾ ചൊരിയരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ മകൻ ഖൈറായ ഒരു രീതിയിൽ എത്തുമ്പോ അവന്റെ മനസ്സിലുണ്ടാകും, ഉപ്പ തന്നെ അവഗണിച്ച കുട്ടിക്കാലം, ഉമ്മ തന്നെ അവഗണിച്ചു കളഞ്ഞ കുട്ടിക്കാലം അവന്റെ അൺകോൺഷ്യസ് മൈൻഡില് അതവിടെ സേവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. ഫാമിലി കൗൺസിലിംഗ് നടത്തുന്ന ഒരാളെന്ന നിലക്ക് പല പല പരാതികളുമായി കുടുംബങ്ങൾ ബന്ധപ്പെടുമ്പോ, ഉപ്പമാര് പള്ളിയിൽ വന്ന് പരാതി പറയുമ്പോ, ഉമ്മമാര് വിളിച്ച് പരാതി പറയുമ്പോ, കുഞ്ഞുങ്ങളെ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോ, മുഅ്മിനീങ്ങളെ കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ട് മക്കള് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വാപ്പച്ചിക്ക് എന്നെ ഇഷ്ടമല്ല, ഉമ്മാക്കെന്നെ ഇഷ്ടമല്ല, എനിക്ക് മരിക്കണം എന്നാ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ കരഞ്ഞു പറഞ്ഞ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ നൊമ്പരങ്ങൾ ആരാണ് അറിയുന്നത്? അവരുടെ വേദനകൾ ആരാ അറിയുന്നത്? അതാരോടും പറയാനില്ലാതെ, ഒരാളോടും പങ്കുവെക്കാനില്ലാതെ കൊച്ചുകുട്ടികള് പർവ്വതം പോലെ ഉരുകിത്തീരുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് തിരക്കുണ്ട്, ജോലിയുണ്ട്, കച്ചവടമുണ്ട്, മത്സ്യബന്ധനമുണ്ട്, കരയിലേക്ക് ഇടക്കിടക്കൊക്കെ യാത്ര പോകണം. നിങ്ങൾ തിരക്ക് പിടിച്ച വലിയ ആളാണ്. പക്ഷേ കുഞ്ഞിന്റെ മുന്നില് അത് പ്രകടിപ്പിക്കല്ലേ പ്രിയപ്പെട്ടവരെ. അവരുടെ നൊമ്പരങ്ങള്, അവരുടെ വേദനകള്, അവരുടെ പ്രയാസങ്ങള് നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. കരയിൽ പഠിക്കാൻ പോയ പൊന്നുമോനോട് കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിളിച്ചു കാര്യമറിയണം. കരയിൽ പഠിക്കാൻ പോയ പൊന്നുമോളോട് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കണം. അവരുടെ മനസ്സറിയുന്ന കൂട്ടുകാരനും കൂട്ടുകാരിയും വാപ്പയായി മാറണം. അങ്ങനെയാകുമ്പോഴേ അവർ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ ഖൈറാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വലയിൽ അവർ വീണുപോയിട്ട് പിന്നെ നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പമാരെ, ഉമ്മമാരെ, എത്ര കുഞ്ഞുങ്ങളാണ് വേദനയോടെ വിളിച്ചു പറഞ്ഞത് ഉമ്മാന്റെ ധിക്കാരത്തെ കുറിച്ച്, ഉമ്മാന്റെ അവഗണനയെ കുറിച്ച്. എത്ര കുഞ്ഞുങ്ങളാ പറഞ്ഞത്. ചില കുട്ടികൾക്ക് മാനസിക രോഗം വന്നു. കുട്ടികൾക്ക് മാനസിക രോഗം ഡോക്ടർമാരൊക്കെ കാണിക്കുന്നുണ്ട്, മാറുന്നില്ല. അന്വേഷിക്കുമ്പോ, കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോ എവിടെയോ ഇവന്റെ മനസ്സിൽ ഒരു വേദന പൊട്ടിയിട്ടുണ്ട്. അതിങ്ങനെ മുറിവായി പടരുകയാണ്. അങ്ങനെയാണ് കുഞ്ഞ് വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നത്. തുടക്കത്തിൽ അത് ചികിത്സിച്ച് മാറ്റാം. അത് കൂടുതലായ പിന്നെ അത് മാരകമായ മാനസിക രോഗവും കടന്നിട്ട് പിന്നെ വലിയ തരത്തിലുള്ള ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അത് വഴിമാറിപ്പോകും. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ആലോചിക്കേണ്ടതാ, ചിന്തിക്കേണ്ടതാ. ഇവിടെയൊക്കെ മുത്തുനബിയുടെ വർത്തമാനങ്ങൾ തെളിവായി എമ്പാടും നമ്മുടെ മുന്നിലുള്ളപ്പോ അങ്ങനെയായി പോകല്ലേ. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സാലിഹീങ്ങളാക്കട്ടെ. മലയാളത്തിൽ കുറെ ആൾക്കാർ ഗൾഫിലാണ്. ബാപ്പാര് 10, 20, 30 കൊല്ലമായിട്ടൊക്കെ ഗൾഫിലാണ്. അയാൾ എപ്പോഴെങ്കിലും 5 വർഷം കൂടുമ്പോൾ ദേശാടനക്കിളി വന്നു പോകുന്നത് പോലെ വന്നു പോകും. 2 മാസം ലീവിനാണ് അയാൾ വരിക. ആ ലീവിലോ അയാൾ വിരുന്ന് പോക്ക്, അങ്ങോട്ട് പോക്ക്, ഇങ്ങോട്ട് പോക്ക്. വീട്ടിൽ മക്കളുമായി ഒന്ന് സംസാരിക്കാൻ പോലൊരു സമയം കണ്ടെത്തൂല. ഈ മക്കൾക്ക് വാപ്പാന്റെ വിഷം എന്താണെന്നറിയൂല. വാപ്പ കടക്കാരനാണ്, ബുദ്ധിമുട്ടുള്ളവനാണ്. ഇതൊന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അറിയുന്നില്ല. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം, അറിയണം, പരസ്പരം അറിയണം. തന്റെ ഉപ്പ വേദനിക്കുന്നത് മക്കൾ അറിയണം. ഉമ്മ രാത്രി പൊട്ടിക്കരയുന്നത് മക്കൾ അറിയണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, എൻ്റെ മക്കളെ ഞാൻ ഒന്നും അറിയാതെയാണ് വളർത്തിയത്. പണ്ട് കാലത്തൊക്കെ ശരിയായിരിക്കും. ഇപ്പൊ എല്ലാം അറിയിച്ച് തന്നെ വളർത്തണം. കാരണം സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ ഈ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഈ മനോഹരമായ ദ്വീപിൽ ഇപ്പോഴും എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കരയിലൊക്കെ ഇതെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ നാടുകളിലും അതൊക്കെ വരും. അതുകൊണ്ട് നിങ്ങളൊരു വാത്സല്യനിധിയായ പിതാവായി മക്കളോട് പെരുമാറേണ്ടിയിരിക്കുന്നു. സ്വത്തുകൾ ഓഹരി വെക്കുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന വിധത്തിലെ ഓഹരി വെക്കാവൂ. ഒരാൾക്ക് കൂടുതൽ കൊടുക്കുക, ഒരാൾക്ക് കുറവ് കൊടുക്കുക. മാതാപിതാക്കളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം കല്യാണപ്രായമെത്തിയാൽ യോജിച്ച ഇണകളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത്. ഇവിടെ പെൺവീട്ടുകാരാണ് വിവാഹം അന്വേഷിക്കാറുള്ളത്. തന്റെ പൊന്നുമോൾക്ക് സാലിഹായ സന്താനത്തെ മാതാപിതാക്കൾ തിരയണം, കണ്ടെത്തണം. അങ്ങനത്തെ അവസരങ്ങൾ വന്നാൽ അത് യൂട്ടിലൈസ് ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് കല്യാണം കഴിക്കാത്ത കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഞാനിന്ന് നമ്മുടെ ഇയാളോട് ചോദിച്ചു, എന്താ ഓടി നടക്കുന്ന ആളുണ്ടല്ലോ, എന്താ നാസിഫ് ഫൈസിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്ത? എനിക്ക് എൻ്റെ വിശ്വാസം മൂപ്പർക്ക് 22 വയസ്സായി. അപ്പൊ 25 വയസ്സിലേറെ ഉണ്ട്. അപ്പൊ മൂപ്പര് ചിരിക്കന്നെ പിന്നെ ഒന്നും പറയണില്ല. ഞാൻ പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല. നമ്മൾ പിന്നെ ഒരാളുടെ രഹസ്യം അന്വേഷിക്കണല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കല്യാണം പെട്ടെന്ന് കഴിച്ചു കൊടുക്കണം കേട്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താ നിങ്ങളെല്ലാവരും ചിരിക്കണത്? അതെ, മൂത്താപ്പോടെ അല്ലെങ്കിൽ ഇവിടെ പെണ്ണിന്റെ വീട്ടുകാരെ അന്വേഷിക്കാന്നൊരു പ്രശ്നം ഉണ്ടല്ലേ അല്ലേ? എന്തായാലും ഞങ്ങള് കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. അദ്ദേഹത്തെ പോലെ നല്ലൊരാളെ ഒരു പെണ്ണിന് കിട്ടുക എന്നുള്ളത് വലിയ സൗഭാഗ്യമല്ലേ മുഅ്മിനീങ്ങളെ? നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ. ആൾ കേൾക്കണമെന്നില്ലല്ലോ, ഇത് കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടും. നല്ലൊരു സംഘാടകൻ. കേരളത്തിലെ സമസ്തയുടെ എല്ലാ നേതാക്കന്മാരുമായിട്ടും ആൾക്ക് ബന്ധമുണ്ട്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. നല്ല കാണാനൊന്നും വലിയൊരു ഗെറ്റപ്പുള്ള മനുഷ്യനൊന്നുമില്ലല്ലോ ശരിക്കും. എന്നാലും സകല നേതാക്കന്മാരും മൂപ്പരുടെ കയ്യിൽ, പാണക്കാട്ടെ സകല തങ്ങന്മാരും മൂപ്പരുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ കേരളത്തിലെ അതിസുന്ദരിയും സാലിഹത്തുമായ ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് ഞങ്ങൾ വേണ്ടി തെരഞ്ഞെടുക്കും. പാണക്കാട്ട് കുടുംബത്തിലെ ഒരാളെ കൊണ്ട് ദ്വീപിൽ കൊണ്ടുവന്ന് നിക്കാഹും ചെയ്യിപ്പിക്കും. കുലു തക്ബീർ. തക്ബീർ അങ്ങനെ സുഖത്തിൽ ചെല്ലണ്ട. നിങ്ങൾക്ക് പുതിയ അഡ്മിൻ്റെ നാട്ടിൽ പോകാനൊക്കെ കപ്പൽ കയറേണ്ടി വരും. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ നല്ല പെൺകുട്ടികളുടെ ഉപ്പമാരോടാണ് ഞാൻ പറയണത്, അങ്ങോട്ട് പോയി അന്വേഷിക്ക്, ഒരു കല്യാണം നടക്കട്ടെ. അള്ളാഹു പെട്ടെന്ന് നടക്കാനും ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളിത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്താ കല്യാണം കഴിക്കാത്തെന്ന് ചോദിക്കണ്ട കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടില്ല. എന്താ പറയാൻ കാരണം, അപ്പൊ പ്രായമായാൽ അങ്ങനെ സാന്ദർഭികമായി വന്നപ്പോ പറഞ്ഞു പോയതാണ്. കല്യാണം നമ്മൾ കഴിച്ചു കൊടുക്കണം. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുദ്രികു ഇൻദഹു ബിൻതാൻ. ഒരു മുഅ്മിനായ മനുഷ്യന്, ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ അരികിൽ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നാൽ വയുഹ്സിനു സുഹബതഹുമാ ഇല്ലാ അദ്ഖലതാഹുൽ ജന്ന.
ഒരാൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ട്. അവരെ നന്നായി ആദാബ് പഠിപ്പിച്ചു, മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തു. ഹറാമിലേക്ക് വഴികേടിലേക്ക് പോകാതെ അവരെ വളർത്തി വലുതാക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെൺകുട്ടി കാരണമായിട്ട് ആ പിതാവ് സ്വർഗത്തിലാണ്. മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ പെൺകുട്ടികളല്ല, 3 സഹോദരിമാർ. ഒരാണിന് 3 സഹോദരിമാരുണ്ടായി, ഒരാങ്ങളക്ക് 3 പെങ്ങന്മാരുണ്ടായി. വാപ്പ മരിച്ചുപോയി. കൊച്ചുനാളിലെ ഈ പെങ്ങന്മാരെ വളർത്തിയത് ആങ്ങളയാണ്, സഹോദരനാണ്. ദീന് പഠിപ്പിച്ചു കൊടുത്തു. അത് അടിസ്ഥാനമാണ്. അല്ലാതെ വെറുതെ ഡ്രസ് വാങ്ങിക്കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദീന് പഠിപ്പിച്ചു കൊടുത്തു, ഇൽമുമായി ബന്ധപ്പെടുത്തി, സാലിഹത്തായി അവളെ വളർത്തുകയും ചെയ്ത് അങ്ങനെ 3 പേരും ഒരു ഖൈറായ നിലക്കാക്കി കൊടുത്ത ആ 3 പേരും നാളെ പരലോകത്ത് അല്ലാഹുവിനോട് നാദാ ഞങ്ങളുടെ കൊച്ചാങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തു റബ്ബേ എന്നീ സഹോദരിമാർ ആങ്ങളക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു ബന്ധത്തിന്റെ ഊഷ്മളതയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അത് പിന്നെ എല്ലാ നാട്ടിലും പ്രശ്നമുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ ഈ മലയാളത്തിലെന്ന് പറയുന്നില്ല, ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഊഷ്മളമായ ബന്ധം വേണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒരു ഭാര്യയിൽ നിന്ന് കിട്ടിയ ഒരു ഭക്ഷണവുമായിട്ട് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹായുടെ മുന്നിലെത്തി. ഈ പാത്രം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എങ്ങോട്ടെങ്കിലും ഭർത്താക്കന്മാര് വിരുന്നു പോയാൽ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ഭാര്യമാർക്ക് മേടിച്ചുകൊണ്ടല്ലോ സുന്നത്താണ്. എറണാകുളത്ത് പോയി വരുമ്പോ കുറച്ച് ലഡു ഒക്കെ വാങ്ങിയിട്ട് വരൂ. ഇവിടെ ആർക്കും പ്രമേഹമില്ല എന്ന് എനിക്ക് കുറച്ച് ദിവസമായി മനസ്സിലായി. സകല മധുരവും സകല വയസ്സന്മാരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ലഡുവോ ജിലേബിയോ മധുരമുള്ളതോ മധുരമില്ലാത്തോ എന്തെങ്കിലുമൊക്കെ സമ്മാനം ഗിഫ്റ്റായിട്ട് ഭാര്യമാർക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. തൻ്റെ കുടിയിൽ മാത്രം കൊണ്ടുകൊടുത്താൽ പോരാ, ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുകൊടുക്കണം. നല്ല മാർഗ. പുണ്യ നബി ഇതങ്ങ് കൊടുത്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആ പാത്രം ഒരു തട്ടങ്ങ് വെച്ചു കൊടുത്തു. സ്ത്രീ സഹജമായ സ്വാഭാവികതയാണത്. എന്താ കാരണം? ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം ഇങ്ങനെ, ഭർത്താവിന് 2 പെണ്ണ് കെട്ടവരെന്തായാലും സമ്മതിക്കൂല. ഇസ്ലാമിൽ അങ്ങനെ അനുവാദം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഭർത്താവ് ഒരു തെറ്റിലേക്ക് പോയാലും തൽക്കാലം ഒരു ക്ഷമിക്കും. ഇനി എന്നാ അങ്ങനെ ചെയ്തിട്ടോ, നിങ്ങൾ എന്നെ മറക്കരുത് എന്നിട്ടോ ഒക്കെ പറയും. പക്ഷെ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. നിങ്ങൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ മോമിനിങ്ങളെ. ഒന്നെന്നെ നമുക്ക് ശരിക്കും നോക്കാൻ പറ്റില്ല, പിന്നെയാണ് രണ്ടാമത്തത്. അപ്പോ ഇത് വേറെ ഒരു ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടിയ സാധനല്ലേ, അത് ആയിഷ ബീവിക്ക്. ഇതൊക്കെ നമുക്കൊരു പാഠം പഠിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലാതെ ആയിഷ ബീവി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു തട്ട് നിലത്ത് കിടന്ന് ചെതറി ഭക്ഷണം. മുഅ്മിനീങ്ങളെ, കല്യാണം കഴിച്ച യുവാക്കളെ, വയസ്സായവരെ, നമ്മുടെ ഭാര്യ അങ്ങനെ ഒരു പാത്രം തട്ടിയ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എന്തായിരിക്കും? സങ്കല്പിക്കാൻ പറ്റൂല. കാല് പിന്നോട്ട് വരും, ഒരൊറ്റ ചവിട്ടായിരിക്കും നെഞ്ചത്തേക്ക്. എന്നിട്ട് പറയാം എന്റെ 3 തലാക്കും ചൊല്ലിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പൂവാടി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലാണ് പൊയ്ക്കുള്ളി പെട്ടി കിട്ടാപ്പൊ കൊടുത്തോ, വീട്ടിൽ ഞാൻ കൊണ്ടാക്കി തരാന്ന് പറയും. ഒരു കറിയിൽ ഉപ്പില്ലാത്തതിന് തലാക്ക് ചൊല്ലിയ നാട്ടുകാരാണ് കേരളക്കാർ. കറിയിൽ ഉപ്പില്ലാത്തതിന് തലാക്ക് ചൊല്ലി ഈ സമുദായത്തെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാക്കുന്ന തരത്തിൽ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, വളരെ വളരെ റയറായിട്ടാണ്, അപൂർവമാണ് ഇവിടെ തലാക്ക് ചെല്ലുന്നത് എന്ന വിവരവും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവിടുത്തെ അതിശക്തമായ മത നേതൃത്വത്തിന്റെ ഇടപെടൽ. 2, നിയമപരമായ കാര്യങ്ങളിലെ ബുദ്ധിമുട്ട്. അതാണ്. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. കറിയിൽ ലേശം ഉപ്പ് പറഞ്ഞാൽ എന്റെ തലാക്ക് ഞാൻ ചെല്ലടി പോയിക്കോന്ന് പറയും. അത്ര സിമ്പിൾ കാരണം മതി.
അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ കുനിഞ്ഞിരുന്നോ നിലത്ത് മോമിനീങ്ങളെ കുനിഞ്ഞിരുന്നോ. ആരാണ് ഈ ഇരിക്കുന്നതെന്നറിയുമോ? മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മൗലായ സല്ലി വസല്ലി. മുത്തുനബി നിലത്ത് കുനിഞ്ഞിരുന്നു. ചിതറിപ്പോയ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങള് പാത്രത്തിലേക്ക് തന്നെ എടുത്തു വെച്ചിട്ട് അത് പെറുക്കി കൂട്ടിയിട്ട് രണ്ടാമത്തെ തവണ ആയിഷ റളിയല്ലാഹു അൻഹായുടെ നേരെ പാത്രം അങ്ങ് കാണിച്ചു കൊടുത്തു. പൊന്നുഷ സന്ധ്യ പോലെ മനോഹരമായി പുഞ്ചിരി തൂകിയിട്ട് മേടമാസത്തിലെ ഉദയസൂര്യന്റെ പൊൻപ്രഭയോടെ മുത്തുനബിയുടെ മുഖകമലങ്ങളിൽ മനോഹരമായ പുഞ്ചിരി വിരുന്നെത്തി. ചിരി തൂകിക്കൊണ്ട് തന്റെ ഭാര്യക്ക് നേരെ പാത്രമങ്ങ് കാണിച്ചു കൊടുത്തപ്പോ ആയിഷ ബീവി അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. അത് അങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല. ആയിഷ ബീവിയുടെ നെഞ്ചു പെടപെടച്ചു. ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി ഒഴുകി. ആയിഷ ബീവിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. വിതുമ്പി വിതുമ്പി കരഞ്ഞിട്ട് മുത്തുനബിയുടെ തിരുകരങ്ങളിൽ നിന്ന് ആ പാത്രം വാങ്ങി നെഞ്ചോട് ചേർത്തു പിടിച്ചിട്ട് യാ റസൂലല്ലാഹ്, അങ്ങേ ഞാൻ വിഷമിപ്പിച്ചോ നബിയേ, അങ്ങേക്ക് ബുദ്ധിമുട്ടായോ നബിയേ, ആയിഷാക്ക് മാപ്പ് തായോ നബിയേ, ആയിഷാക്ക് പൊരുത്തപ്പെട് നബിയേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോ ആയിഷ ബീവിയെ മുത്തുനബി നെഞ്ചത്തേക്ക് ചേർത്തു പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇത് നിന്റെ കുഴപ്പമല്ല ആയിഷ, നിങ്ങളുടെ വാരിയല് വളഞ്ഞിട്ടാണ് പെണ്ണെ ആയിഷ. മുഹമ്മദ് മുസ്തഫ ഊഷ്മളമായ സ്നേഹത്തിന്റെ, ഊഷ്മളമായ പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ, ഹുബ്ബിന്റെ അടയാളമായി, ഭർത്താവിന്റെ മാതൃകയായി ത്വാഹ മുഹമ്മദ് മുസ്തഫ. പറ്റോ നമുക്ക് ഇത് പറയുന്ന? എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് ചിരിക്കാൻ സമയമുണ്ടോ മോമിനികളെ? നമുക്ക് ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചിരിക്കാൻ സമയമുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ ഒരു മണിക്കൂർ വരെ മണി വെച്ചിരിക്കും. ഭാര്യത്വത്തിലോ എന്തൊന്നും മയത്തിൽ ചോദിച്ചാല്, എന്തൊന്നും മയത്തിൽ ചോദിച്ചാൽ ഇപ്പൊ ഇവര് പറയണ്ടാവും, പറഞ്ഞോട്ട് കുസ്തവതേ പറഞ്ഞു കൊടുക്ക്, കുറച്ച് കഴിയട്ടെ തിരിച്ചു വരും അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വേള ആരംഭ പൂമാൻ റബീഉൽ അവ്വലിന്റെ ഒരു പുലർച്ചയിൽ, തിങ്കളാഴ്ച പുലർച്ചയോടടുക്കുകയാണ്. മുത്തുനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആയിഷ ബീവിയുടെ മാറിടത്തിലേക്ക് തന്റെ തല വെച്ച് ചെരിഞ്ഞ് കിടക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഒരു ഭർത്താവ് തന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് ആ പെണ്ണിന്റെ സൗഭാഗ്യമാണ്. മുത്തുനബി ചെരിഞ്ഞു കിടക്കുക. അവസാനത്തെ സമയത്തോട് അടുക്കുകയാണ്. ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതൊരു വിഷയമായിട്ട് തന്നെ പറയണമെന്ന് കരുതിയ വഫാത്തുൻ നബി, പക്ഷെ നമ്മൾ വേറെ വിഷയത്തിലേക്ക് പോയി. അപ്പൊ ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മുത്തുനബി കൈ കൊണ്ടൊരു ആംഗ്യം കാണിച്ചു, ഒരു എക്സ്പ്രഷൻ കാണിച്ചു. അപ്പൊ തന്നെ ആയിഷ ബീവിക്ക് മനസ്സിലായി ഭർത്താവ് എന്താണ് ഈ പറഞ്ഞത്. അതാണ് ഈ ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ. നമ്മുടെ ഭാര്യമാരോട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കടി, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കടി, എന്താന്ന് മൂപ്പരങ്ങൾ പറയണത്? ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കടി, അന്നു ഉറക്കം പറഞ്ഞു കൊടുക്ക്. ഒരു ഉദാഹരണം പറഞ്ഞതാ.
മുത്തുനബി ഒന്ന് ആംഗ്യം കാണിച്ചപ്പോഴത്തേക്കും ഭാര്യക്ക് മനസ്സിലായി എന്താണ്. ആയിഷ ബീവി ഉടനെ മകൾ ഫാത്തിമയോട് പറഞ്ഞു, മുത്തുനബിയുടെ പൊന്നുമോളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉപ്പച്ചിയുടെ ആറാക്ക് കൊണ്ടുവാ മോളെ, ഉപ്പച്ചിയുടെ ആറാക്ക് കൊണ്ടുവാ മോളെ. അത് അറേബ്യയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പ. ഫാത്തിമ ബീവി ഓടിപ്പോയിട്ട് അറാക്ക് കൊണ്ടുവന്നു, മുത്തുനബിയുടെ കയ്യിൽ അത് കൊടുത്തു. അപ്പ പ്രവാചകർ വീണ്ടും ആംഗ്യം കാണിച്ചു. സംസാരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുന്നില്ല. പനി കൊണ്ട് കിടന്ന് കിടുകിടാ വറക്കുകയാണ് ലോകത്തിന്റെ തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ. ആ അറാക്ക് ആയിഷ ബീവി വീണ്ടും തിരിച്ചു വാങ്ങി. എന്നിട്ട് തന്റെ വായിൽ വെച്ചു, ആയിഷ ബീവിയുടെ വായിൽ വെച്ചു. എന്നിട്ട് അത് ചവച്ചു, അത് ഉമിനീര് കലർത്തി, അത് സോഫ്റ്റ് ആക്കി മയപ്പെടുത്തിയിട്ട് ഹബീബായ പ്രവാചകന്റെ വായിൽ ആയിഷ റളിയല്ലാഹു അൻഹ തേച്ചു കൊടുത്തു. 3 തവണ തേച്ചു കൊടുക്കുകയാണ്. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ആയിഷ ബീവി പിന്നീട് പറയുന്നുണ്ട്, ഇന്ന മിൻ നിഅമില്ലാഹ്, അല്ലാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതായി ഞാൻ കാണുന്നത് അല്ലാഹുവിന്റെ റസൂലും വഫാത്തായത് ഫീ ബൈതി വഫീ ലൈലി വഫീ യൗമി. എന്റെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂല് വഫാത്തായത്, എന്റെ ഓഹരിയുള്ള ദിവസത്തിലുമാ വഫാത്തായത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. അതായത് പ്രവാചകന് ഭാര്യമാർ ഒരുപാടുള്ളത് കൊണ്ട് ഓരോരുത്തരുടെ വീട്ടിലും ഓരോ ദിവസമാണ് താമസിക്കാറുള്ളത്. അല്ല നമ്മുടെ കരയിലുള്ളത് പോലെ ആദ്യത്തെ പെണ്ണിന് ഒരു ഓടിട്ട വീടും ഒരു ചെറിയ കൊച്ചു വീടും, രണ്ടാമത് കെട്ടിയ പെണ്ണിന് പ്രായം കുറവാ, ഭംഗി കുറച്ച് കൂടുതലാ, അവൾക്കൊരു കോൺക്രീറ്റിന്റെ വീടും ഒരു കാറും. അത് ഇസ്ലാമികമല്ല. എന്നിട്ട് 4 പെണ്ണിട്ടാൽ ഇസ്ലാമിലുണ്ടല്ലോ എന്നൊരു ഫത്വയും നമ്മൾ പറയും. ഇവിടെ 2-3 കെട്ടിയാലും എന്നോട് ദേഷ്യപ്പെടണ്ട. ഇന്ന് രാത്രി ചിലപ്പോൾ ഭാര്യമാർ ചീത്ത പറഞ്ഞ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാരും സമമാക്കാൻ നോക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, പരമാവധി നടക്കും. അള്ളാഹുവിന്റെ റസൂല് പോലും കുടുങ്ങിപ്പോയതാണ് ഇവരുടെ മുമ്പിൽ. അപ്പൊ പറയണ എന്റെ ദിവസത്തിലാണ്. അതായത് വേറൊരു ഭാര്യയുടെ വീട്ടിലായിരുന്നു 3 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി കൂടിയപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് മുത്തുനബി ആയിഷയുടെ വീട്ടിലേക്ക് ആക്കാം. അതായത് നിങ്ങൾ ഹജ്ജിന് പോയിട്ട് കണ്ടില്ലേ, ഇപ്പൊ റൗള നിൽക്കുന്നത് ആയിഷ ബീവിയുടെ വീടാണ്. അപ്പൊ പള്ളിയിലേക്ക് നബിക്ക് പോകാൻ സുഖമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഓഹരിയും കൂടി ആയിഷ ബീവിക്ക് കൊടുത്തു. പക്ഷെ ഈ വഫാത്തായെന്ന് ഇത് റൊട്ടേഷൻ ചെയ്ത് വരികയായിരുന്നുവെങ്കിൽ, അതായത് ഒരു ദിവസം അവിടെ താമസിച്ച് വരികയായിരുന്നെങ്കിലും വഫാത്തായ ദിവസം നബി താമസിക്കേണ്ടിയിരുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. അതാണ് ഫി ബൈതി വഫി യൗമി എന്ന് ആയിഷ ബീവി പറയാൻ കാരണം റളിയല്ലാഹു അൻഹാ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖഹു, എന്റെ ഉമിനീരും മുത്തുനബിയുടെ ഉമിനീരും തമ്മിൽ അല്ലാഹു കൂട്ടിക്കലർത്തി. ഇതാണ് എനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണോ ബ്രഷ്? നമ്മുടെ ബ്രഷില്ലേ, അഥവാ ബാത്റൂമിൽ പോയിട്ട് കറണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ ഒരു പാക്കറ്റിലാണല്ലോ ബ്രഷ് എല്ലാവരും കൂടി വെക്കുക. അഥവാ കറണ്ട് പോയാൽ ഭർത്താവ് നിലവിളിക്കൽ തുടങ്ങും, ടോർച്ച് എടുത്തോണ്ട് ബ്രഷ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും എടുത്തോട്ട് തേച്ചാ പോരെ. അഥവാ ഭാര്യയുടെ ആണെങ്കിൽ എന്താ കുഴപ്പം? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും, മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എത്ര സ്നേഹമുള്ള ഭർത്താവിൻ്റെ ആണെങ്കിലും ശരി. കാരണം നമുക്ക് അത്രയൊക്കെയുള്ള ബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നാളെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കാനൊന്നും നിൽക്കണ്ട, വേറെ പ്രശ്നങ്ങൾ കുറെ വരാനുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അറാക്കെടുത്ത് ആയിഷ ബീവി തേച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തേക്കാൻ നിൽക്കണ്ട. ഇതിനൊക്കെ അടിസ്ഥാനം ഒരു സ്നേഹം ഉണ്ടാകാന്ന. മറ്റൊരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ഭക്ഷണം കിട്ടിയപ്പോ മുത്തുനബി മുന്നിലിരിക്കുകയാണ്. ആരംഭ പ്രവാചകർ ആയിഷ ബീവി കടിച്ചു. നോക്ക്
ഈ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ പരീക്ഷിക്കും. ഐശ്വര്യ കടിച്ചിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ കൊടുക്കേണ്ടതിന് പ്രകാരം എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഈ കടിച്ച ഭാഗം റസൂലുള്ളാന്റെ വായിലേക്ക് എത്തിപ്പെടുന്നത് പോലെ കൊടുത്തു. എന്നിട്ട് ഐശ്വര്യ ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കി, എവിടെയാണ് കടിക്കണത്? ഞാൻ കടിച്ചു കൊടുത്ത് മുത്തുനബി കടിക്കുന്നുണ്ടോ, അതോ പല്ല് കട്ടിയതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പല്ല് പോടുണ്ടോ എന്ന് ആയിഷ ബീവി ഇങ്ങനെ നോക്കിട്ട്, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി എവിടെയാണോ കടിച്ചത് ആ ഭാഗത്ത് തന്നെ കടിച്ചപ്പോ അറിയാതെ ഒരു പുഞ്ചിരി ആയിഷ ബീവിയുടെ മുഖത്ത് വന്നുപോയി. അപ്പൊ റസൂലുള്ള ചോദിച്ചു, അല്ലെങ്കിലും യൂസുഫിനെ കുടുക്കിയ പെണ്ണുങ്ങളുടെ ആളെന്നല്ലേ ആയിഷ നീയും? അപ്പൊ ഒരു ബന്ധത്തിൽ ഊഷ്മളതയാണ്. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്, അല്ലാ തഹ്ജുറ ഫിറാശഹു വഇൻ തുതിയ ഉംറഹു വഅല്ലാ തഖ്റുജ ഇല്ലാ ബിഇദ്നിഹി. പെണ്ണേ, ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു പെണ്ണിന് അനുവാദമില്ല. തഹാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ കൽപ്പനകള് അനുസരിക്കുക എന്നത് പെണ്ണിന്റെ ബാധ്യതയാണ്. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അന്യപുരുഷന്മാരെ അനുവാദമില്ലാതെ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഖാല നബിയുനാ വഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബി പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്, വാപ്പാനെ കാണാൻ വേണ്ടി വേറെ ആൾ വരുമ്പോൾ ഭർത്താവിനോട് ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, വേറെ ആരാ വീട്ടിലില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ആ വീട്ടിലേക്ക് മറ്റൊരാളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. കുറെ കാര്യങ്ങൾ ഞാൻ വിട്ടുപോവുകയാ. ഈ ഭർത്താവിന് ഭാര്യയോടും ചില ബാധ്യതകളുണ്ട്, ഈടുറ്റ കുടുംബ ബന്ധത്തിന് ചില ബാധ്യതകളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഭാര്യയെ നിങ്ങളത് കഴിപ്പിക്കണമേ. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ ഭാര്യയെ നിങ്ങളത് ധരിപ്പിക്കണമേ. മുഹമ്മദ് മുസ്തഫ കരയിൽ പോയി മൃഷ്ടാന്നം ബിരിയാണി തിന്നുമ്പോ ഇവിടെ ഒരു മാസ് കൂട്ടി കഴിക്കാൻ പോലും ഗതിയില്ലാതെ നമ്മുടെ ഭാര്യ വിഷമിക്കുന്നുവെങ്കിൽ, മുഅ്മിനെ, നല്ല ഭർത്താവ് എന്ന പേരിൽ നിന്ന് നിങ്ങൾ പുറത്താണ്. മാ അക്രമഹുന്ന ഇല്ലാ കരീം. ഭാര്യമാരോട് മാന്യമായി പെരുമാറാത്തവൻ മാന്യനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ മാന്യനാണോ എന്ന് പരിശോധിക്കേണ്ടത് അയാളുടെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റിലാണ്. ഭാര്യയോട് ചോദിക്കോ, ഇയാൾ നിങ്ങളോട് നന്നായി പെരുമാറുന്നുണ്ടോ? ഇല്ല എന്നാണ് ഭാര്യയുടെ സ്റ്റേറ്റ്മെന്റ് എങ്കില് പിന്നെ അയാൾ മാന്യനല്ല. ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവനാണ് നല്ല ഭർത്താവ് എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. മറ്റൊരു ബന്ധത്തിലെ ബാധ്യതയാണ് ജനങ്ങളുമായുള്ള ഇടപാടുകളിൽ ദീനിയായ ഒരവസ്ഥ ഉണ്ടാക്കുക.
അള്ളാഹുവിനോടുള്ള ബാധ്യത പാലിക്കുന്നതിനോടൊപ്പം ജനങ്ങളോടുള്ള ബാധ്യത പുലർത്തണം, അയൽവാസികളോടുള്ള ബാധ്യത പുലർത്തണം. അയൽവാസിയുടെ ഹക്കായ മുതലിൽ നമ്മൾ കൈവച്ച് പോകരുത്. അന്യവന്റെ ഹക്കായ മുതലിൽ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചു പോകരുത്. ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്നൊരു സഹാബി അബൂ ദുജാന റളിയല്ലാഹു അൻഹു വേഗം വേഗം ഇറങ്ങി പോകുന്നത് കണ്ടു. സുബ്ഹി കഴിഞ്ഞാൽ ദുആക്കിരിക്കാതെ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് തുടർച്ചയായി ഇത് കണ്ടപ്പോ അന്വേഷിച്ചു, എന്താണ് ദുആക്കിരിക്കാത്തത്, എന്താ വേഗം എഴുന്നേറ്റ് പോകുന്നത്, അല്ലാഹയോടൊന്നും പറയാനില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഞാനത് പറയുക നബിയേ, എനിക്ക് മടിയുണ്ട് നബിയേ പറയാൻ, എന്നാലും പറയൂ എന്ന് നിർബന്ധിച്ചപ്പോ പറഞ്ഞു, എന്റെ അയൽപക്കത്ത് നിന്ന് ഒരു മരം ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്, ഒരു ഈത്തപ്പന മരം ചെരിഞ്ഞു നിൽപ്പുണ്ട് നബിയേ എന്റെ വീട്ടിന്റെ പറമ്പിലേക്ക്. സുബഹിയോടടുത്ത നേരത്ത് കാറ്റ് രാത്രിയിൽ വീശിയാല് പഴം വീഴും നബിയേ. ഞാൻ പള്ളിയിലിരുന്നിട്ട് സുബഹിക്ക് ദുആ കഴിഞ്ഞ് മടങ്ങിയാൽ അപകടമാണ് നബിയേ. ഒരു ദിവസം ഞാൻ പോകുമ്പോ എന്റെ മക്കള് ഈ പഴം വായിലിട്ട് തിന്നുകയാണ് നബിയേ. അകലെ നിന്നേ ഞാൻ വിളിച്ചു പറഞ്ഞു, മക്കളെ കഴിക്കല്ലേ, അത് അയൽവാസിയുടെ മുതലാണ്, ഹക്കായ മുതലാണ്, അതുകൊണ്ട് തിന്നു പോകരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ മൂത്ത മകൻ വായിൽ നിന്നത് താഴേക്കിട്ടു. പക്ഷേ എന്റെ കൊച്ചുമകൻ ആ വാക്കിന്റെ ഗൗരവം അറിയാതെ മുത്തുനബിയെ അവനവന്റെ പാൽ പല്ലുകളില്ല ഈ തപ്പഴം വെച്ച് കഴിക്കൊണ്ടിരിക്കുകയാ. എനിക്ക് ദേഷ്യം വന്നു നബിയേ. ഞാൻ കടുത്ത ദേഷ്യത്തോടെ മകന്റെ വായിലേക്ക് എന്റെ വിരൽ കയറ്റി നബിയേ. ഞാനത് വലിച്ചു പുറത്തേക്കെടുത്തു നബിയേ. അപ്പൊ എന്റെ പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ബാപ്പാ വിശപ്പ് സഹിക്കാൻ വയ്യ, ഇന്നലെ രാത്രി പോലും ഭക്ഷണമില്ലല്ലോ വാപ്പാ, ഒരീത്തപ്പഴം ഞാനൊന്ന് തിന്നട്ടെ വാപ്പാ എന്ന് പറഞ്ഞപ്പോ എന്റെ കൽബ് പൊട്ടി നബിയേ. പക്ഷെ അയൽവാസിയുടെ ഹക്കാള് അത് കഴിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പെറുക്കിയിട്ട് അപ്പുറത്തേക്കിട്ടു. ഇപ്പൊ ഞാൻ സുബഹി കഴിഞ്ഞ് വേഗം പോകുന്നത് കുട്ടികൾ ഉണരുന്നതിനു മുമ്പ് പഴം പെറുക്കിയെടുത്തിട്ട് അപ്പുറത്തേക്കിടാനാണ് നബിയേ എന്ന് അബൂ ദുജാന. ഹക്കിനെ പേടിക്കണം. കുടുംബമായി ജീവിക്കുമ്പോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മതിലുകൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്, സ്നേഹത്തോടെ കഴിയുന്ന അന്തരീക്ഷമാണ്. ഹക്ക് നന്നായി പാലിക്കണം മുഅ്മിനീങ്ങളെ. അതിർത്തിയുടെ പേരിൽ തർക്കമുണ്ടാക്കരുത് മുഅ്മിനീങ്ങളെ. ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വാദിക്കരുത് പ്രിയപ്പെട്ടവരെ. അന്യവന്റെ ഹക്കിനെ വല്ലാതെ ഭയപ്പെടണം. ഇന്നലെ ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, കടം ഹക്കാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടിരുന്നില്ലേ? അത് നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. മദീനത്തെ പള്ളിയുടെ മുന്നില് ടെണ്ണ് കണക്കിന് ഈ തപ്പനയുടെ ചാക്കുകള്, പഴത്തിന്റെ ചാക്കുകള് അട്ടിയായി ഇരിക്കുകയാണ്. ഒരു സന്ധ്യക്ക് സായാഹ്നത്തില് അല്ലാഹുവിന്റെ റസൂല് കണ്ടുവരുന്നത് എന്താണെന്നറിയോ? ഫാത്തിമാന്റെ പൊന്നുമക്കള് ഹസനും ഹുസൈനും അവരുടെ വിരലുകൾ ചാക്കിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഈത്തപ്പഴം ഇങ്ങനെ എടുക്കുകയാണ്. അത് വായിൽ വെച്ച് ഉറിഞ്ചി കുടിക്കുകയാണ്. അത് കഴിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ പുന്നാര മക്കളെ കഴിച്ചു പോകല്ലേ, ഇത് ബൈത്തുൽ മാലിലെ മുതലാ,
ഇത് പൊതുസ്വത്താ, ഇത് ഇവിടുത്തെ പാവങ്ങളുടെ മുതലാ, ഇത് നിങ്ങൾക്ക് അനുവാദമില്ല മക്കളെ. ഹസനും ഹുസൈനും വായിൽ വെച്ച് ഉറിഞ്ചുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിരല് കടത്തിയിട്ട് അവരുടെ പാൽ പല്ലുകളിൽ പതിഞ്ഞിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചു പുറത്തേക്കെടുത്തിട്ട് ചാക്കിന്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി മുഹമ്മദ് മുസ്തഫ. പൊന്നുമോന് ഹസൻ വിളിച്ചു പറഞ്ഞു, വല്ലിപ്പാപ്പാ ഭക്ഷണമില്ല വാപ്പാ, 2 ദിവസമായി അന്നമില്ല പിതാവേ. അല്ലാഹുവിന്റെ റസൂലിനെ വാപ്പാന്ന് വിളിക്കുന്ന പേരക്കിടാങ്ങള് മുത്തുനബിയോട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്ക്, 12,000 ചതുരശ്ര മൈൽ പരന്ന് കിടക്കുന്ന വിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ജസീറത്തുൽ അറബിന്റെ പ്രസിഡന്റ്, ഒരാത്മീയ സാമ്രാജ്യത്തിന്റെ അധിപന്റെ പേരക്കിടാങ്ങള് ഭക്ഷണമില്ലാതെ കരയുകയാണ്. നമ്മുടെ വീട്ടിലെത്ര ഭക്ഷണമാണ്, നശിപ്പിച്ചു കളയുന്നത് എത്രയാണ്, അലങ്കാരങ്ങൾ എത്രയാണ്, ആഭരണങ്ങൾ എത്രയാണ്, സമ്പത്ത് എത്രയാണെന്ന് ആലോചിക്കും മുഅ്മിനീങ്ങളെ. ലോകത്തിന്റെ കനക ഭണ്ഡാരങ്ങള് മുത്തുനബിയുടെ മുന്നിൽ തുറക്കപ്പെട്ടപ്പോ വേണ്ടെന്ന് പറഞ്ഞു ഉപേക്ഷിച്ച മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സ്വർഗത്തിലേക്ക് പോകാനല്ലേ നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് ആ മുത്തുനബി ഫാത്തിമയുടെ അരികിൽ പോവുകയാണ്. കലത്തിൽ വെള്ളം വെച്ചിട്ട് ഫാത്തിമ എന്ന സ്വർഗത്തിലെ രാജകുമാരി വെള്ളം ഇങ്ങനെ ഇളക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പൊന്നുമോളെ ഫാത്തിമ, എന്താടി നീ അടുപ്പിൽ വെച്ചിട്ടുള്ളത്? നിറഞ്ഞ കണ്ണുകളോടെ ഒരാളോടും മാവലാതി പറയാത്ത പ്രവാചക പൈതൃകത്തിന്റെ രക്തത്തിൽ പിറന്ന പൊന്നുമോള് പറഞ്ഞു, ബാപ്പാ ഇത് വെള്ളമാണ് വാപ്പാ. മക്കള് കരയുമ്പോ ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാ, അവര് കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ട് ഉറങ്ങിക്കോളും നബിയേ, അലിയാർക്ക് പണിയില്ല പിതാവേ. ഒരിക്കൽ അവിടെ വന്ന് അവലാതി പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ചല്ലാഹം പറഞ്ഞു വിട്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ. രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ മകളുടെ വീട്ടില് അന്നത്തിന് വകയില്ല ഉമ്മമാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബ് പൊട്ടി. തന്റെ മോളുടെ സങ്കടം കണ്ടിട്ടല്ല, തന്റെ പേരക്കിടാങ്ങളുടെ വാടിയ ചേമ്പിൻ തണ്ട് പോലുള്ള മുഖം കണ്ടിട്ട് ഹബീബിന്റെ നെഞ്ച് പെടഞ്ഞുപോയി. ചുടുവെള്ളം വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഫാത്തിമ സഹ്റ ബത്തൂലിൽ മുസ്തഫ മുത്തുനബി ഇറങ്ങി നടന്നു നിറഞ്ഞ കണ്ണുകളോടെ. സഹാബത്തിന്റെ മുന്നിൽ പോയിട്ട് കൈനീട്ടിയാൽ അല്ലാഹ് സഹാബത്ത് കൊടുക്കും മുഅ്മിനെ. അല്ലാഹുവിന്റെ റസൂൽ ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ അവര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ദീനിന്റെ കാര്യമല്ല, ഇത് സ്വന്തം കാര്യമാണ്, സ്വന്തം പേരക്കിടാങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ട് ഒരാളുടെ മുന്നിൽ യാചിക്കൂല. അതല്ലേ സയ്യിദന്മാര് സക്കാത്ത് വാങ്ങാറില്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു മാലിന്യമാണ്, അതവര് വാങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് യാചിക്കുക പോലും ചെയ്യാതെ അബൂബക്കറിനോട് പറഞ്ഞ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞ കൊണ്ടുവന്ന് കൊടുക്കൂലേ? അവിടെ മദീന നിറയെ നിറഞ്ഞു നിന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒട്ടകക്കൂട്ടങ്ങളാ. മദീനയുടെ ഒരു താഴ്വാരം പൂത്തു നിന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഈത്തപ്പനത്തോട്ടമാ. പക്ഷെ പറഞ്ഞില്ല മുസ്തഫ, ഇറങ്ങി നടന്നു. തന്നെ പരിചയമില്ലാത്ത മദീനയുടെ അതിർത്തിക്കപ്പുറം വിജനമായ പ്രാന്തപ്രദേശത്തിൽ ഒരു ഗ്രാമത്തിലെ ഒരു തോട്ടത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ ആ തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ അരികിൽ പോയിട്ട് അവിടെന്ന് പറഞ്ഞു, എനിക്കിത്തിരി ഈത്തപ്പഴം തരണം, കടമായി തരണ്ട, ഞാനൊരു ജോലി ചെയ്യാം ഇവിടെ, ഞാൻ ഈത്തപ്പനക്ക് നനച്ചു തരാം. മുഅ്മിനേ, ആരാണ് ഈ പറയുന്നത്?
ഒന്നാലോചിക്കണേ. നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരൻ 140 കോടി മുസൽമാന്റെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ, ഭൂമിയിലൂടെ നടന്നുപോയവരിൽ ഖൈറായവരെ മുഹമ്മദ് മുസ്തഫ, സൂര്യന്റെ പ്രകാശം തട്ടിയവരിൽ ഖൈറായവരെ മുഹമ്മദ് മുസ്തഫ. ജൂതന്റെ തോട്ടത്തിൽ പോയി പറഞ്ഞില്ലയോ, ഞാൻ വെള്ളം കോരാ, എനിക്കൊരു കോരലിന് 2 ഈത്തപ്പഴം തന്നാ മതി. ഇങ്ങനെ ഒരു പണിക്കാരനെ കണ്ട് ജൂതൻ അത്ഭുതമായി. ദീനാർ ചോദിക്കുന്നില്ല, ദിർഹം ചോദിക്കുന്നില്ല, ഈത്തപ്പഴം മതി എന്നല്ലേ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിനോട് ജോലി ചെയ്യാൻ പറഞ്ഞു. ആ ജൂതൻ അവിടെ നോക്കി നിൽക്കുകയാ. മുഹമ്മദുൻ അസ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മൗലായ സല്ലി വസല്ലം. പരുപരുത്ത ഈത്തപ്പനയുടെ നാരുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കയറ് ഇറക്കുകയാണ് ആരംഭ മുസ്തഫ. വെള്ളം ഇറക്കോരുകയാണ് മുസ്തഫ. യമനി പട്ടിന്റെ മാർദ്ദവമുള്ള ആരംഭ പ്രവാചകരുടെ കൈകൾക്കിടയിലൂടെ പരുപരുത്ത കയറ് ഓടിയിറങ്ങുകയാണ്. വെള്ളം ഒരു ബക്കറ്റ് ഒഴുക്കിക്കളഞ്ഞു മുസ്തഫ. രണ്ടാമത്തെ തവണ ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കിയപ്പോ മുത്തുനബി അത് കോരിയെടുക്കുമ്പോ ആരംഭ പൂമാന്റെ കയ്യിൽ നിന്ന് കയറങ്ങ് തെന്നിപ്പോയി. ബക്കറ്റ് പാള താഴേക്ക് വീണുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ മുസ്തഫ നിൽക്കുമ്പോ ഓടി വരികയാണ് ഉടമസ്ഥനായ ജൂതൻ. അല്ലാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് പരുപരുത്ത കരങ്ങൾ കൊണ്ട് ആഞ്ഞടിക്കുകയാണ് ജൂതൻ. അല്ലാ, മുത്തുനബിയുടെ മുഖകമലങ്ങളിൽ അടി വീഴുകയാണ്. ജിബ്രീലിന്റെ ചിറകിന്റെ സാന്ത്വനം തട്ടിയ മുഖമേ, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ, ബുറാക്കിന്റെ മുതുക് തട്ടിയ മുഖമേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് 2 തവണ ജൂതനാഞ്ഞ് പ്രഹരിക്കുകയാണ്. ഉമ്മമാരെ, കൽബ് പൊട്ടട്ടെ, കണ്ണ് നിറയട്ടെ, ചുണ്ട് വിതുമ്പട്ടെ. ലോകത്തിന്റെ നേതാവ് അടികണ്ട് പൊളഞ്ഞു പോയി. മുത്തുനബി ഒരു വാക്ക് തിരിച്ചു പറയുന്നില്ല. ജൂതൻ അലറുകയാണ്. എടോ മനുഷ്യ, നീ എന്ത് ധിക്കാരമാ ചെയ്തത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അപ്പോ തോട്ടത്തിന്റെ ഉടമയോട് 2 ഈത്തപ്പഴം എനിക്ക് തരണം. ഞാൻ വെള്ളം കോരി ഒന്നല്ലേ പോയത്, അതുകൊണ്ട് 2 എണ്ണം എനിക്ക് അർഹതയുള്ളതാ. 2 ഈത്തപ്പഴം തരണേ. അപ്പൊ ജൂതൻ പറഞ്ഞു, ഇല്ലടാ, തരില്ലടാ. നിനക്ക് ബക്കറ്റ് കളഞ്ഞ നിനക്ക് എവിടെ 2 ഈത്തപ്പഴം തരാനാ? ദേഷ്യപ്പെട്ടുകൊണ്ട് ജൂതൻ അവിടെ നിന്ന് പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് തുളുമ്പിപ്പോയി. അടിയുടെ വേദന കൊണ്ടല്ല, തന്റെ പേരക്കിടാങ്ങള് വല്യപ്പാപ്പ പലഹാരവുമായി വരുമെന്ന് കരുതിയിട്ട് വഴിക്കണ്ണുമായി മുത്തുമണികളായ ഹസനും ഹുസൈനും അവിടെ കാത്തിരിപ്പുണ്ട്. അതോർത്തപ്പ പ്രവാചകരുടെ കണ്ണു നിറഞ്ഞു. പിന്നെ സംഭവിച്ചതെന്താ? ഹബീബിന് മടങ്ങാൻ കഴിയില്ല. അവിടത്തെ തിരുകരമതാ കിണറ്റിന്റെ ഉള്ളിലേക്ക് നീളുകയാണ്. ബിസ്മില്ലാ അതങ്ങ് പറഞ്ഞപ്പോ പാളയങ്ങ് കയറി വന്നു. ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റിൽ എന്ന പോലെ മുഹമ്മദ് മുസ്തഫ. അവിടത്തെ കയ്യിൽ അത് വന്നപ്പോ പണിക്കാരോടിപ്പോയി പറഞ്ഞു ജൂത മുതലാളിയോട് സംഭവിച്ചത് പറഞ്ഞു. ആ ഈത്തപ്പഴം വാങ്ങിയിട്ട്
തരിച്ചു നിൽക്കുകയാണ് ജൂതൻ. പാള കിട്ടിയപ്പോ പഴം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് വേഗത്തിൽ കുതിച്ചു നടക്കുകയാ. മുത്തുനബി നടന്ന സഹാബത്തിന് പോലും ഒപ്പമെത്താൻ കഴിയാറില്ല. ആരംഭ പ്രവാചകരുടെ ഒപ്പം നടക്കാൻ സഹാബത്തിന് പോലും പലപ്പോഴും കഴിയാറില്ല. അത് മുഅ്ജിസത്തിന്റെ പവറാ. ജൂതൻ പിന്നാലെ വരുന്നുണ്ട്. ഈ അത്ഭുതം കാണിച്ച ആരാണെന്നറിയാൻ മദീനയിലെത്തുമ്പോ ഒരു വീട്ടിലേക്ക് പാഞ്ഞു കയറി മുഹമ്മദ് മുസ്തഫ. തന്റെ പേരക്കിടാങ്ങളെ മടിയിൽ വെച്ചിട്ട് ഈത്തപ്പഴം വെച്ചു കൊടുത്തു പറഞ്ഞു, മുസ്തഫ കഴിച്ചോ ഹസനെ, കഴിച്ചോ ഹുസൈനെ. അവരുടെ പാലിളം പല്ലുകളിൽ ഈത്തപ്പഴം പതിഞ്ഞിറങ്ങുമ്പോ മുത്തുനബിക്ക് ആഹ്ലാദമായി. ഒരു മൂലയിൽ ഇരുന്നിട്ട് സ്വർഗത്തിന്റെ രാജകുമാരി ഫാത്തിമ കണ്ണുനീര് തുടക്കുന്നുണ്ട്. സർവൈശ്വര്യങ്ങളുടെ കനകഭണ്ഡാരങ്ങൾ തുറക്കപ്പെട്ട തന്റെ പിതാവ് തന്റെ പേരക്കുടാങ്ങൾക്ക് വേണ്ടി സഹിച്ച വേദന ഓടി നടന്നു കൊണ്ടുവന്ന ഈത്തപ്പഴം കണ്ട് കരഞ്ഞിരിക്കുകയാണ് പൊന്നുമോള് ഫാത്തിമ. അപ്പോഴാണ് ജൂതൻ വന്ന് വീടിൽ വിട്ടുന്നത്, വാതിലിൽ മുട്ടുന്നത്. ആളുകളോട് ചോദിച്ചു, ആരാണ്? അതാണ് മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി. ജൂതൻ അമളി വിളഞ്ഞു. പൂർവവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പ്രവാചകന്റെ ആ സകല ഗുണങ്ങളുമുള്ള സൂര്യ തേജസ്സാണ്. തന്റെ കയ്യിലെ വാളുകൊണ്ട് വായിൽ കയ്യങ്ങ് വെട്ടി മുത്തുനബിയുടെ മുഖത്ത് പ്രഹരിച്ച കൈപ്പടമങ്ങ് മുറിച്ചു മാറ്റിയിട്ട് മറ്റേ കയ്യിൽ അത് പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ പിഴച്ചു പോയതാ, എനിക്കറിയൂല നിങ്ങളാണ് വന്നതെന്ന്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഉമിനീരെടുത്തിട്ട് ആ കയ്യിന്റെ പടത്തിന്റെ പിറകിൽ തേച്ചിട്ട് തുറുബത്ത് അത് നേരെ വെച്ച് കൊടുത്തപ്പോ അതവിടെ അങ്ങ് ഇരുന്നു പോയി. ഈ മോജിസത്ത് കണ്ട് തരിച്ചു പോയ ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് കലിമത്തു ഷഹാദ ചൊല്ലുകയാണ്. മുഅ്മിനേ, ഞാനിത് പറയാനുണ്ടായ കാരണം ഹക്കിനെ പേടിച്ച മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ പാഠം, നമ്മൾ എന്തൊക്കെ അനുഗ്രഹങ്ങളിലാ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ സുഖങ്ങളാ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് തങ്ങൾ ഉസ്താദ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു പൊന്നിന്റെ തരി നൽകാൻ പറ്റുമോ നിങ്ങൾക്കെന്ന് പല ആളുകളും ആവേശപൂർവ്വം കൊണ്ടുവന്നു തന്നു. അല്ലാഹുവേ, ഫാത്തിമ ബീവി ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിൽ പോകാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ തിരുകരം പിടിച്ചിട്ട് ഫാത്തിമ പൊന്നുമോളെ എന്ന് വിളിക്കാൻ ആ സഹോദരിമാർക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്ക് അത് അഴിച്ചു നൽകാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്ക്. ഇപ്പോ കൽബ് പൊട്ടിയവരുണ്ടെങ്കിൽ കൊടുക്ക്. സ്വർഗത്തിൽ ഒരു സീറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൊടുക്ക്. ഇത് ഹക്കായ ദീനിന്റെ മാർഗത്തിനല്ലേ പ്രിയപ്പെട്ടവരെ. ഒരു തരി പോലും സ്വർണമില്ലാത്തവർ ഈ അമീനി ദ്വീപിൽ ഉണ്ടാവൂല. കൂടുതലുള്ളവരോടെ പറയുന്നുള്ളൂ, ഒരു പൊട്ടാണെങ്കിൽ ഒരു പൊട്ട് ഊരിക്കൊടുക്കാൻ കഴിയുമോ, ഊരിയറിയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇന്ന് ദുആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൊടുത്തയക്കാൻ കഴിയുമോ? ഫാത്തിമാനെ സ്നേഹിക്കുന്നവരെ, അവരെ കാണാൻ കൊതിക്കുന്നവരെ, അല്ലാഹു മഹത്തായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നവരെ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, രോഗങ്ങളിൽ നിന്ന് ശിഫ ലഭിക്കാൻ ഈ മസ്ജിദിന് വേണ്ടി നൽകാൻ കഴിയുമോ നിങ്ങൾക്ക്? നേരത്തെ ഒരു വാക്ക് തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഒരു പെണ്ണിനേറെ മഹബത്തുള്ളതാണ്, ഇഷ്ടമുള്ളതാണ് സ്വർണമെന്ന് ഊരാനിത്തിരി മടിയാ. കണ്ടോ നിങ്ങള്, ഒരു സഹോദരി കാതിലണിഞ്ഞിരുന്ന ചിറ്റ അഴിച്ചൂരി കൊടുത്തത്, വേറെ ഒരു സഹോദരി കയ്യിന്റെ വിരലില്
അരുമയായി കിടന്ന നല്ല തൂക്കമുള്ള ഒരു സ്വർണ്ണ മോതിരമാ ഊരിക്കൊടുത്തത്. പോവുകയാണെന്ന്, ശരീരവുമായി പോവുകയാണെന്നറിഞ്ഞിട്ടും അത് ഊരാനുള്ള കൽബ് കണ്ടോ? ഉമ്മമാരെ, ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമ്പോ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകാൻ കഫംപുടയിൽ വെക്കാൻ കമ്മലില്ല, മോതിരമില്ല, അത് ഊരി മാറ്റിയിട്ട് മക്കൾ ഉപയോഗിക്കും പൊന്നുമ്മ. അതുകൊണ്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ കയ്യില് ഒരു തരിയങ്ങാൻ ഊരിക്കൊടുത്തിട്ട് അല്ലാഹുവേ ഇതെനിക്ക് സ്വർഗത്തിന് കാരണമാക്കണേ അല്ലാ, ഈ സദഖ കൊണ്ട് എന്റെ മക്കളെ കാക്കടേ റബ്ബേ എന്ന് പറയാൻ കഴിയുമോ മുഅ്മിനീങ്ങളെ? ഒരു ദിവസം വീടിന്റെ മുന്നില് ഡെക്കറേഷൻ ഇല്ലാത്ത പന്തലുയരോ, ഷാമിയാന കെട്ടാത്ത പന്തലുയരോ, ടാർപോളിന്റെ പന്തൽ ഒരു ദിവസം ഉയരും. യാസീനിന്റെ മുബീനിന്റെ സീൽക്കാര ശബ്ദം മുഴങ്ങും. ചന്ദനത്തിരിയുടെ ധൂപപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നൊരു ദിവസം വരില്ലേ ഉപ്പാ ഉമ്മ? ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ഈ അമേനി ദ്വീപിലെ കാരണവര് വിളിച്ചു ചോദിക്കും, കുളിപ്പിക്കാറായില്ലേ, കുളിപ്പിക്കാറായില്ലേ? ഏറെ നേരമായല്ലോ കിടക്കുന്നത്. അതെ, ചേതനയേറ്റ ശരീരം, തണുത്തു കിടക്കുന്ന ശരീരം, വെള്ളത്തുണിയിൽ അനങ്ങാതെ കിടക്കുന്നത് എത്രയാ നമ്മൾ കണ്ടത്. കൊണ്ടുപോയി ഉമ്മ കുളിപ്പിക്കാന് വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയില്ലേ പൊന്നുമ്മ? അതുവരെ തനിയെ സോപ്പ് തേച്ചവര്, അതുവരെ കുളിച്ചവര്, ഷവറിന്റെ പിറകിൽ നിന്നവര് കുളിപ്പിക്കുകയാണ്. കയ്യിൽ ശീല ചുറ്റിയിട്ട് രഹസ്യഭാഗങ്ങൾ കഴുകുകയാണ്. എന്തോ ഒരു ദയനീയതയാണ്. ഇങ്ങോട്ട് കിടത്തുമ്പോ അങ്ങോട്ട് മറിയുന്ന മയ്യത്ത്. ആരായിരുന്നു ഇത്? പ്രൗഢഗംഭീരമായി നടന്നുപോയവളാ, നടന്നുപോയവനാ. കിടന്ന് മറിയുന്ന മയ്യത്ത് പിന്നെ കുളിപ്പിച്ച് തുവർത്തി കൊണ്ടുവന്നു, പായ വിരിച്ചു, കഫംപുട വിരിച്ചു, താരങ്ങളിൽ പഞ്ഞു വീഴുകയാണ്. ഇടത്തോട്ടും വലത്തോട്ടും മറച്ചു കഴിഞ്ഞ അവസാനമായി കാണാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആളുകൾ സന്തൂക്കിന്റെ അരികിലേക്ക് വരൂ, മയ്യത്ത് കട്ടലിന്റെ അരികിൽ വരൂ. എന്നിട്ട് മുഖമിങ്ങനെ നോക്കി പോകുന്നുണ്ട്. വായ പാതി തുറന്ന് കിടക്കുന്ന പൊന്നു പെങ്ങളെ, കണ്ണടച്ച് കിടക്കുന്ന പെങ്ങളെ, അവസാനം മുഖം മൂടി മറക്കുകയാണ്. 3 കെട്ടതാ കെട്ട് വീഴുകയാണ്. ഉപ്പമാരെ, കെട്ടുകൾ 3 കെട്ടി, കട്ടിലിൽ നിന്നെയുമേറ്റി. നിങ്ങളുടെ ജുമാ മസ്ജിദിന്റെ ചെരുവിൽ എവിടെയോ അനക്കമില്ലാതിരിക്കുന്ന മയ്യത്തുകട്ടില് വീടിന്റെ മുന്നിൽ വന്നിരുന്നു. അതിലേക്ക് ചേർത്തു വെച്ചോ, മൂടി വെച്ചു. ഇപ്പൊ നോക്കുമ്പോ മൂലക്കുള്ളിലൂടെ വെളുത്ത കഫംപുടയില് നീണ്ടു നിവർന്ന് കിടക്കുന്ന ബഷീർ ഫൈലിയ. നിങ്ങളാ കിടക്കുന്നത്. ചുമലിലേക്ക് കയറ്റി ഉമ്മ ഗ്രില്ലിന്റെ ഭാഗത്ത് വന്ന് നിന്നിട്ട് വീടിന്റെ പടി കടന്നു പോകുന്ന മയ്യത്ത് മഞ്ചം കണ്ടോ? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മോന്റെ മയ്യത്താ പോകുന്നത്, മോളുടെ മയ്യത്താ പോകുന്നത്, ഉമ്മാന്റെ മയ്യത്താ പോകുന്നത്, ഉപ്പാന്റെ മയ്യത്താ പോകുന്നത്. ഭാര്യയാ ഭർത്താവാ അന്യമായി പോയില്ലേ? ഇനിയൊരു മടക്കമില്ല. അടുത്ത വർഷം ഇവിടെ റബീഉൽ അവ്വലില് വേറൊരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുമ്പോ, ഇവിടെ ജാഥ നടക്കുമ്പോ കണ്ടു നിൽക്കാൻ, കേട്ടിരിക്കാൻ അവരില്ല. എത്ര തലമുറകളാണ് മയ്യത്തായി മരിച്ചു പോയത്. നിങ്ങളെപ്പോലെ നടന്നു പോയവരല്ലേ, ഈ വഴിയിലൂടെ നടന്നു പോയവരല്ലേ. ഈ ദ്വീപിന്റെ രാജകുമാരൻ, ഓർമ്മയിൽ പോലും വസന്തത്തിന്റെ തൂവൽ സ്പർശമായ ഇന്ത്യൻ മുസൽമാന്റെ പ്രേമനായകനെ, പവിഴദ്വീപിന്റെ രാജകുമാരനെ, PM സയ്യിദ് സാഹിബ് നമ്മൾ ഓർത്തു പോകുന്നില്ലേ? ഒരു തവണ കൂടി അമേനിയുടെ റോട്ടിലൂടെ ഒന്ന് വന്നെങ്കില് ഇവിടുത്തെ മീറ്റിംഗില് ആചാരുബാഹുവായ പ്രൗഢഗംഭീരമായ മുഖഭാവങ്ങളുള്ള, വിനയത്തിന്റെ പ്രതീകമായ
സാദാത്തി പരമ്പരയുടെ ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന ആധുനിക രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് എക്കാലത്തെയും വലിയ പാഠപുസ്തകമായ PM സയ്യിദ് സാഹിബ് എന്ന ഈ ദ്വീപിന്റെ ഇതിഹാസ നായകന് ഒന്ന് വന്നെങ്കിലെന്ന് കൊതിച്ചു പോകുന്നില്ലേ നിങ്ങള്? ആ മനുഷ്യനും ഖബറിലാ. മടങ്ങാത്ത യാത്രയായിട്ട് ആന്ത്രോത്ത് ദ്വീപിന്റെ ഏതോ ചെരുവില്ല വലിയ മനുഷ്യൻ കിടന്നുറങ്ങുകയാ. ഈ നാട്ടിലെ കാരണവന്മാരും മരിച്ചു പോയിട്ടില്ലേ പ്രിയപ്പെട്ടവര്? നിങ്ങളുടെ ഈ കോളേജിൽ ജോലി ചെയ്ത ഒരു ഉസ്താദല്ലേ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയത്? ഈ നാട്ടിൽ എത്ര ആളുകളാ മരിച്ചു പോയത്? മയ്യത്ത് മഞ്ചം കടന്നു പോവുകയാണ്. ചുമല് ചുമലു മാറി, ചുമല് ചുമലു മാറി, ചുമല് ചുമലു മാറി ഈ മസ്ജിദിൽ വരികയാണ്. മയ്യത്ത് നമസ്കാരം നടക്കുകയാണ്. ഉമ്മമാരെ, ആളുകൾ ഒളു ചെയ്യുമ്പോ ഒരു കാരണവര് വിളിച്ചു പറയോ, ഇനിയും ആളുകൾ കയറാനുണ്ട്. നിശബ്ദമായ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതാ നമ്മൾ കിടക്കുകയാ, പുതിയ പളച്ചമഞ്ഞ് പോവുകയാണ്. അത്തറ് പൂശിയിട്ടുണ്ട്, യാത്രയേക്കാൻ ആളുകളുണ്ട്, പക്ഷെ അലങ്കാരമില്ല. കീശ നിറയെ കാശ് വെച്ചവര് കഫം പുടക്ക് കീശയില്ല. കാതില് മുഴുവൻ ജിമിക്കി അണിഞ്ഞ ഉമ്മമാര്, എത്രയോ വർഷം പഴക്കമുള്ള ചിച്ചിട്ട് നടക്കുന്ന വല്യമ്മമാര് കഫംപുടയുടെ അലങ്കാരമായിട്ട് ഒരെണ്ണം കൊളുത്തി വെച്ചിട്ടില്ല. നിന്റെ കയ്യിൽ ഒരു മോതിരത്തിന്റെ പൊട്ടുപോലും വെച്ചില്ല. അത് കുളിപ്പിക്കുന്ന ഭാഗത്തൂരി മാറ്റി അത് മാറ്റി വെച്ചിട്ടുണ്ട് പൊന്നു പെങ്ങള്. അത് മക്കൾ ഓഹരി വെച്ചെടുക്കുന്ന ആള്, അത് നിന്റെ ആളുകൾ ഓഹരി വെച്ചെടുക്കുന്ന ആള്. ഇതാ നീ ഇങ്ങനെ നീണ്ടു കിടക്കുമ്പോ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ഇതാ കൊണ്ടുപോവുകയാണ് ഖബർസ്ഥാനിലേക്ക്. ഉമ്മമാര്, അടിഭാഗം കുടുസാണ് ഖബറ്, മുകൾ ഭാഗം തുറസാണ് ഖബറ്. തോർത്തു മുണ്ടിലാക്കിയിട്ട് ഞാൻ എന്റെ നാട്ടിലെ സ്റ്റൈലാ പറയുന്നത്. ആളുകൾ ഇങ്ങനെ താഴോട്ടിറക്കുമ്പോ ഒരഞ്ഞിറങ്ങുകയാണ് കഫംപുട. മണ്ണിന്റെ മണലിന്റെ ഭിത്തിയില് മണ്ണ് കവിള് ചേർത്ത് വെച്ചു പൊന്നുമ്മ, കവിള് മണ്ണിനോട് ചേർത്ത് വെച്ചു. കഫംപുട മാറ്റുമ്പോ അമേനി ദ്വീപിന്റെ മണലിന്റെ പച്ചഗന്ധം നിന്റെ മൂക്കിലേക്ക് കയറും. നീ മയ്യത്താണെങ്കിലും അത് കയറും. തണുത്ത മണ്ണ് ചേർന്നിരിക്കുകയാണ്. അതെ അതെ, യാർഡിലി പൗഡർ ഇട്ട് മിനുക്കിയ നിന്റെ മുഖം മണ്ണിലോ പൊന്നുപെങ്ങളെ. കൺമഷി എഴുതിയ നിന്റെ കണ്ണ് മണ്ണിലോ പൊന്നുപെങ്ങളെ. ലിപ്സ്റ്റിക് ഇട്ട് ഹറാം ചെയ്ത പെങ്ങള് നിന്റെ ചുണ്ട് മണ്ണിലാ. പ്ലക്ക് ചെയ്ത് ഹറാം ചെയ്ത് പുരികത്തെ സേവ് ചെയ്ത പെങ്ങള് മണ്ണിനോട് ചേർന്നടി മുത്ത്. കണ്ട സകലമാണ് ഫേഷ്യൽ ലോഷനും തേച്ചു പിടിപ്പിച്ച നിന്റെ മുഖം ഇപ്പൊ മണ്ണിലാണ് പെങ്ങള്. മൂടുകല്ല് വെക്കുകയാണ്. 1 2 3 4 5 6 മുകളിൽ നിന്ന് നോക്കുമ്പോ കഫംപുടയാണ് കാണുന്നത്. നേർത്ത വെളുപ്പാണ് കാണുന്നത്. പിന്നെ മണ്ണിടുകയാണ്. തേമ്പി പിടിപ്പിച്ചു മണ്ണെറിയും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ. ഉമ്മമാരെ, ഒരു സൂചിയുടെ പഴുത്, വെളിച്ചമില്ല, കൂരിരുട്ട്, കടുത്ത ഇരുട്ട്. ജീവനുള്ള ആളാണെങ്കിൽ എഴുന്നേറ്റാ തലമുതുക് തറയിൽ മുട്ടും. ഒന്ന് ചരിഞ്ഞിരിക്കാൻ ഇടമില്ലാത്ത മണ്ണിന്റെ ഉള്ളിലും മണ്ണിട്ട് മൂടിയിട്ടും പൊന്നു പെങ്ങളെ. മീസാങ്കല്ല് കുത്തി, മൈലാഞ്ചി ചെടി കുത്തി അഭിവന്ദരായ ഖാദി സയ്യിദ് ഉസ്താദ് ദുആ ചെയ്തു. ഇതാ പിരിഞ്ഞു മാറുകയാണ്. ഭർത്താവ് മടങ്ങുകയാ, ബാപ്പ മടങ്ങുകയാ, സഹോദരൻ മടങ്ങുകയാ, മകൻ മടങ്ങുകയാ. ഉമ്മാക്ക് ഇരുട്ടിൽ കിടക്ക പേടിയാണെന്ന് കരുതിയിട്ട് ഒരു രാത്രി നിൽക്കില്ല ഉമ്മ, ഒരാളും നിൽക്കില്ല ഉമ്മ. ഇദാ മാതൽ ഇൻസാൻ ഇദാ ഉളിയ ഫീ ഖബരിഹി വതവല്ല അൻഹു അസാബുഹു ലയസ്മഉ ഖർആനി ആലിഹിം
ആളുകൾ ഇങ്ങനെ പിരിഞ്ഞു മടങ്ങുമ്പോ 7 അടി കബറിടത്തിൽ നിന്ന് പിറകോട്ട് വെച്ച അവരുടെ ചെരുപ്പിന്റെ ശബ്ദം, കാലിന്റെ അടിയിൽ ചെരുപ്പ് വന്ന് മുട്ടുന്ന നേർത്ത ശബ്ദം ഖബറോളി കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ ആലോചിച്ചു നോക്ക്, മയ്യത്തായി ബോധമില്ലാതെ കിടക്കല്ല, ആത്മാവ് വന്നു ആത്മാവ് വന്നു കഴിഞ്ഞു. ചെരുപ്പിന്റെ ശബ്ദം അകന്നു പോകുമ്പോ നമ്മൾ വിലപിക്കുമത്രേ, റബ്ബേ എന്റെ മകനോ പോകുന്നത്, ബാപ്പയോ പോകുന്നത്, എന്റെ ഭർത്താവാ പോകുന്നത്, കൂട്ടിനാരുമില്ലല്ലോ റബ്ബേ. അപ്പോഴാണ് ഒരാൾ അവിടെ കടന്നു വരുന്നത്. ഇരുട്ടിൻ കൊണ്ട് പെയിന്റ് ഇട്ട പോലെ ഒരാൾ അവിടെ ആദ്യം കടന്നു വരും. ഇസ്മുഹു റൂമാൻ. റൂമാൻ എന്ന മലക്ക് ഖബറിന്റെ ഉള്ളിൽ വരും. പെങ്ങളെ, ഉപ്പമാരെ, ദീനിന് വേണ്ടി നന്മ നൽകിയിട്ടുണ്ടെങ്കിൽ സദക്ക പരിചയായി വരും. കറുത്ത രൂപമായി മുടി അഴിച്ചിട്ടാ നിലത്ത് മുട്ടുന്ന രൂപത്തില് റൂമാൻ എന്ന മലക്ക് വന്നിട്ട് പറയോ, എഴുതടി പെണ്ണ്, എഴുതടാ എന്ന് നമ്മളോട് പറയും. ഈ അമേനി ദ്വീപിൽ ആരുമില്ലാത്ത രാത്രിയിൽ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കിരിക്കുമ്പോ, മഴയുള്ള രാത്രിയാ, ഇരുട്ടുള്ള രാത്രിയാ, കരണ്ടില്ലാത്ത രാത്രിയാ, ഒരാൾ വന്ന് വാതിലിൽ മുട്ടിയാല്, കറുത്ത രൂപത്തിൽ ഒരാൾ വന്ന് മുമ്പിൽ വന്ന് നിന്നാല് നമ്മൾ ഞെട്ടി വിറക്കൂലേ? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകൂലേ? ഇവിടെ ഇതാ റൂമാ വന്നിട്ട് നെഞ്ചിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പറയും, ഉക്തുബ്, എഴുതടാ, എഴുതടി എന്ന് പറയുമ്പോ, ലാ അദ്രി, എനിക്ക് എഴുതാൻ അറിയൂല. അപ്പൊ പറയും, എഴുതടോ. എഴുതാൻ നിർബന്ധിക്കുമ്പോ നമ്മൾ പറയൂ, വിരലുകൊണ്ട് എഴുത്. പേനയില്ലെന്ന് പറയുമ്പോ വിരലുകൊണ്ട് എഴുതാൻ പറയും. മഷിയില്ലെന്ന് പറയുമ്പോ തുപ്പുനീര് കൊണ്ട് എഴുതാൻ പറയും. കടലാസില്ലെന്ന് പറയുമ്പോ കഫംപുട ചീന്തിയെടുക്കും. എന്നിട്ട് അതിൽ എഴുതിപ്പിച്ചിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ടാണ് റൂമാൻ പോവുക. പിന്നെ വരും മത്താനി മലക്കാനി അസുവദാനി, ചോദ്യം ചെയ്യുന്ന മലക്കുകളും വരും. ഇതൊക്കെ സെക്കൻഡുകൾക്കകം നടക്കുന്ന കാര്യമാ. രാവ് കടന്നുപോയി, സന്ധ്യയായി. ഈ പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വിളിനാദം ഉയരുമ്പോ, ദ്വീപ് ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുമ്പോ, ആളുകൾ ഉറങ്ങാൻ തുടങ്ങുമ്പോ, പൊന്നു പെങ്ങളെ, ആദ്യത്തെ രാത്രിയിൽ ഖബറിന്റെ മണിയറയിൽ നമുക്ക് കൂട്ടാരാണുള്ളത്? ആരാണുള്ളത്? ഒരു ദിവസം കഴിഞ്ഞു, 2ഉം 3ഉം കഴിഞ്ഞു, 3ാമത്തെ ദിവസമാകുമ്പോ ഈ മുത്ത് ശരീരമില്ലേ? ഹൈജീൻ ഫുഡ് കഴിച്ച ശരീരമില്ലേ? ആട്ടിറച്ചി കഴിച്ച് കൊഴുപ്പിച്ച ശരീരമില്ലേ? അത് നൊനയാൻ തുടങ്ങുകയാണ്, വിണ്ട് നൊനയാൻ തുടങ്ങുകയാണ്. മണ്ണിന്റെ ഉള്ളിൽ നിന്നല്ല, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന്, ഇറച്ചിയിൽ നിന്ന് വെളുവെളുത്ത പുഴുക്കൾ നൊനയാൻ തുടങ്ങി. അല്ലാ, ആ പുഴുവിനെ വെച്ച് നടക്കുന്നവരാ ഞാനും നിങ്ങളും. പുഴു നനയാൻ തുടങ്ങി, പിന്നത് വെള്ളമായി. പുഴു കണ്ണിലൂടെ കയറി, മൂക്കിലൂടെ തുരുതുരോ വരിയായി ഇറങ്ങി, വായിലൂടെ കയറി, നാവ് കാർന്നു തിന്നു, ശരീരത്തിലെ മുഖത്തിലെ ഈ മനോഹരിതയൊക്കെ കാർന്നു തിന്നു. കാജാ കൺമഷി എഴുതിയ കണ്ണു പോയി പൊന്നു പെങ്ങളെ, മൂക്ക് പോയി പൊന്നു പെങ്ങളെ, ചെവി പോയി പൊന്നു പെങ്ങളെ. 3-4 ദിവസം കഴിയും. നാട്ടില് മൗലൂദുണ്ട്, ദുആ നടക്കുന്നുണ്ട്, നല്ല ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതൊക്കെ നിനക്ക് കിട്ടും. പക്ഷേ ആരാണൊന്നു മിണ്ടി പറയാൻ, ആരാണൊന്നു കൂട്ടിന്? ഒരു മടക്കമില്ലാത്ത ഖിയാമം നാളോളം കിടക്കേണ്ട അവസ്ഥ എന്താ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ. ധാരാളം ചിതലുകളുണ്ട്, പുഴുക്കളുണ്ട്, വണ്ടുകളുണ്ട്, കരിക്കുന്നന്മാരുണ്ട്, തേളുകളുണ്ട്. ശരീരത്തിൽ ഇഴഞ്ഞു നടക്കും അവർ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ
സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ തിന്നുകൊണ്ടേയിരിക്കുകയാണ് പുഴുക്കള്. നൊനഞ്ഞു മാറുകയാണ് മയ്യത്ത്. പൊന്നുമോനെ, 3 ദിവസം കഴിഞ്ഞ് ഉമ്മാന്റെ ഖബറൊന്ന് മാന്തി നോക്ക്. കറുത്ത വെള്ളത്തില് അല്ലാ ഉമ്മ കിടക്കുന്നില്ലടാ പൊന്നെ, അസ്ഥികൂടം മാത്രമാ. നൊനഞ്ഞ് പുഴുവായി പോയി കഴിഞ്ഞു മുത്തേ. ഇതിനല്ലേ ജീവിച്ചത്, ഇതിനല്ലേ സമ്പാദിച്ചു കൂട്ടിയത്. ഒരു തരി പോലും കൊടുത്തു പോകാതെ വരും തലമുറക്ക് വെച്ച് ബാക്കി വെച്ച് പോയിട്ട് ഖബറിലാരാ പകരം നൽകാനുള്ളത്? രക്ഷക്ക് നമ്മളല്ലേ ഉള്ളൂ. ഇനി മക്കളുടെ ദുആ പോലും പ്രതീക്ഷിക്കേണ്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ഒരു തലമുറയാണ് വളരാൻ പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത്രയുള്ള ഒരു മനുഷ്യൻ സമ്പാദിച്ച് അവസാനമായി നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്രയുള്ളൂ. പക്ഷേ നമ്മുടെ മസ്ജിദ് ഖിയാമത്ത് നാളോളം, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, ഖിയാമത്ത് നാളോളം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു, ഒരാളൊരു 800 കൊല്ലം കഴിഞ്ഞ് ഒരു നിസ്കാരം നിസ്കരിച്ചാലും അപ്പോൾ അതിന്റെ പ്രതിഫലം ഖബറിടത്തിലേക്ക് കിട്ടും എന്ന് ത്വാഹ റസൂലുള്ളാഹി. അതുകൊണ്ട് മുമ്പായി ഡെപ്പോസിറ്റായി എന്തെങ്കിലും നമ്മൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഫാത്തിമ ബീവിയുടെ മയ്യത്ത് ജന്നത്തുൽ ബഖിയ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അബൂ ദറിൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറേ, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളുടെ മയ്യത്താ, കരളിന്റെ കഷ്ണമെന്ന് പുണ്യനബി പറഞ്ഞ ഫാത്തിമയുടെ മയ്യത്താ. അപ്പോൾ ഖബർ പറഞ്ഞു, ഇന്നമാ അന മൗലിഉ അമലുസ് സാലിഹ്, ഞാൻ സുഹൃതങ്ങൾ ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള ഭവനമാണ്. ഏതു ഫാത്തിമയെ കുറിച്ചാണത് പറഞ്ഞത് മുഅ്മിനീങ്ങളെ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിൽ അലിയാരി തങ്ങൾ മണിയറയിലേക്ക് പ്രവേശിച്ചപ്പോൾ പുതുമണവാട്ടിയായ ആ ഫാത്തിമ ബീവി പറഞ്ഞു, അലി, എനിക്ക് നിങ്ങൾ ഒരു സമ്മതം തരണം, നിങ്ങൾ എനിക്കൊരു അനുവാദം തരണം. അലിയാരി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നിങ്ങൾ എന്നോട് അപേക്ഷിക്കരുതേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളല്ലേ, നിങ്ങളെ കെട്ടാനുള്ള യോഗ്യതയൊന്നും അലിക്കില്ല. അലി മദീനയിലെ പുല്ല് ചെത്തിക്കൊണ്ടുവന്ന് ഒട്ടകങ്ങൾക്ക് കൊടുത്തിട്ട് കിട്ടുന്ന ദിർഹം കൊണ്ട് കുബൂസ് വാങ്ങി കഴിക്കുന്ന പരമദരിദ്രനാണ് ഫാത്തിമ. അതുകൊണ്ട് അപേക്ഷിക്കല്ലേ, നിങ്ങൾ ഉത്തരവിടൂ എന്നോട്. ഫാത്തിമ പറഞ്ഞു, അലി, ലോകത്തെ ഏത് പുതിയ അപ്പിളയെക്കാട്ടിലും എനിക്കിഷ്ടമായത് നിങ്ങളെയാണ്. കാരണം നിങ്ങളെക്കുറിച്ച് എൻ്റെ വാപ്പ പറഞ്ഞത് അന മദീനത്തുൽ ഇൽമി വ അലിയും ബബുഹാ, ഇൽമാണ് ഏറ്റവും വലിയ പ്രാധാന്യമായി മുത്തുനബി കണ്ടത്. അതുകൊണ്ട് നിങ്ങളെ മതി. പക്ഷേ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അവകാശപ്പെട്ട രാത്രിയാ, ഭർത്താവിന്റെ രാത്രിയാ. പക്ഷെ ഒരു അനുവാദം തരുമോ? പറയൂ ഫാത്തിമ, എന്താണ് വേണ്ടത്? നാളെ രാവിലെ വരെ എനിക്ക് നിസ്കരിക്കണം അലി എന്ന് സയ്യിദ ഫാത്തിമ സഹറ ബത്തൂൽ. ഒന്നാലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ, വിവാഹത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ, ഫസ്റ്റ് നൈറ്റിന്റെ അന്ന്, ലോക ചരിത്രത്തിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പറയാ, എനിക്ക് സുബ്ഹി വരെ ഇബാദത്ത് ചെയ്യണം. തറക ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദ്ദാനി ബിതഅതി റഹ്മാനി. തറക ഫിറാശഹുമാ, രണ്ടുപേരും വിരിപ്പ് ഉപേക്ഷിക്കുകയാണ്. വഖാമാ ഫിദ്ദുജാ, ഒളു ചെയ്ത് രണ്ടുപേരും നിസ്കരിക്കുകയാണ് ഇരുട്ടിൽ നിന്നിട്ട്. യതലദ്ദാനി, അവര് ആഹ്ലാദം കണ്ടെത്തിയത്, അവര് സുഖം അനുഭവിച്ചത് തഅതിർ റഹ്മാനി, അല്ലാഹ്ക്ക് വഴിപ്പെടുന്നതിലാ. വിവാഹത്തിന്റെ ആദ്യത്തെ രാത്രി പോലും അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്ത അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ, അവര് ഖബറിൽ വെച്ചപ്പോഴാ ഖബർ പറഞ്ഞത്, ഇന്നമാ അന മൗലിഉ അമലുസ് സാലിഹി, ഞാൻ സുഹൃതങ്ങൾ ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള ഭവനമാണ്. അത് ഖബറിന്റെ മാനിഫെസ്റ്റോയാണ്, അത് ഖബർ
ഖബറിന്റെ നിലപാടാണ്. അമാ അനബൈതു തുറാബ്, ഞാൻ മണ്ണിന്റെ ഭവനമാ. അമാ അനബൈതുൽ വഹ്ദ, ഞാൻ ഏകാന്തതയുടെ വീടാ. അമാ അനബൈതുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ ഭവനമാ എന്ന് ഖബർ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കാണാൻ അല്ലാഹുവിന്റെ റസൂൽ പോകുമ്പോ, മദീനത്തെ പള്ളിയിൽ നിന്ന് മുത്തുനബി പോകുമ്പോ ധൃതി പിടിച്ചു നടന്നു. അവിടത്തെ ഉത്തരീയമില്ലേ, ഷാള് പലപ്പോഴും നിലത്ത് വീണു. സഹാബത്ത് ഓടി വന്ന് റസൂലുള്ളാഹിന്റെ ചുമലിൽ അത് ഇട്ടുകൊടുത്തു. അത്ര സ്പീഡിലാണ് നടക്കുന്നത്. സഹാബത്ത് ചോദിച്ചു, നബിയേ എന്തിനാണ് ഈ ധൃതി, എന്താണ് ഇത്ര ധൃതി? അപ്പൊ പറഞ്ഞു, എന്റെ സയ്യിദിന്റെ മയ്യത്ത് കാണാൻ മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബിയെ കാണാൻ മലക്കുകൾ വരുന്നുണ്ട്. ഞാൻ വരുന്നതിനു മുമ്പ് മലക്കുകൾ വന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാ ഞാൻ വേഗം പോകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മയ്യത്ത് കിടക്കുന്ന ജനാസയുള്ള വീടിന്റെ റൂമിന്റെ മുമ്പിലെത്തിയപ്പോ സഹാബത്തിനെ മുത്തുനബി തടഞ്ഞു. ഇവിടെ നിൽക്ക്. എന്നിട്ട് ഹബീബ് ഒറ്റക്ക് കയറി. മുത്തുനബി ഒരു സമ്മേളനത്തിന്റെ തിരക്കിൽ നടക്കുന്നത് പോലെ, ആരെയോ വകഞ്ഞു മാറ്റുന്നത് പോലെ പോകുന്നതും ഇറങ്ങുന്നതും ഞങ്ങൾ കണ്ടു. തിരിച്ചിറങ്ങിയപ്പോ ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താണ് ഒറ്റക്കല്ലേ കയറിയത്, തിരക്കിൽ കയറിയത് പോലെ? അപ്പൊ പറഞ്ഞു, നിറയെ മലക്കുകളാണ്. ഒരു മലക്ക് അവരുടെ ചിറകൊന്ന് ചെരിച്ചു തന്നപ്പോ ആ ഗ്യാപ്പിലൂടെയാണ് ഞാൻ കയറിയത് എന്ന് മുഹമ്മദ് മുസ്തഫ. ആ സയ്യിദിന്റെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് വിങ്ങി പൊട്ടിക്കരഞ്ഞു. സഹാബത്തിന് അത്ഭുതമായി. മുത്തുനബി അങ്ങനെയൊന്നും കരയാറില്ല. വിങ്ങി വിങ്ങി കരഞ്ഞു. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് നബി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. തിരിച്ചു മടങ്ങുമ്പോ ചോദിച്ചു സഹാബത്ത്, നബിയെ മയ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ നടക്കുമ്പോ, മയ്യത്തിന്റെ ഒപ്പം പോകുമ്പോ പെരുവിരലിലല്ലേ നടന്നത് നബിയെ, കാല് നേരെ വെക്കുന്നില്ലല്ലോ നബിയെ? അപ്പൊ പുണ്യ നബി പറഞ്ഞു, എന്റെ സയ്യിദിന്റെ മയ്യത്തിന്റെ കൂടെ 10,000 മലക്കുകള് അകമ്പടിയുണ്ട്. സഹാബത്തെ അവരുടെ തിരക്ക് കാരണം നടക്കാൻ പറ്റണില്ല. പിന്നെന്തിനാ നബിയെ അങ്ങ് ഖബർ നോക്കി കരഞ്ഞത്? അപ്പൊ പറയുകയാണ്, മയ്യത്തവിടെ വെച്ചപ്പോ ഖബറിന്റെ 2 ഭിത്തികൾ വന്നിട്ട് എന്റെ പൊന്നു സയ്യിദിനെ പിടിച്ചു ഞെരിച്ചു. സഹാബത്തെ എന്റെ സയ്യിദിന്റെ വാരിയൽ കോർത്തു പൊട്ടുന്നത് ഞാൻ കേട്ടു. സഹാബ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ദിക്ർ ചൊല്ലി, അപ്പോഴാണ് ഖബറൊന്ന് വിട്ടു നിന്നത്. അതാണ് മുഅ്മിനെ നമ്മൾ തൽക്കീൻ ചൊല്ലുന്നത്. അതാണ് ഖബറടക്കുമ്പോ നമ്മൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുജാഹിദിന് മനസ്സിലാകൂല. അല്ലാഹുവിന്റെ ഈ സഹാബി പാപം ചെയ്തത് കൊണ്ടല്ല മുഅ്മിനെ. പിന്നെയോ മണ്ണിനോട് ചേരുമ്പോ 2 തരത്തിൽ പ്രതികരിക്കും. ഒന്ന് ആഹ്ലാദം കൊണ്ടാ. തന്റെ മണ്ണിലേക്ക് കടക്കുമ്പോ എവിടെയാണോ ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണ്, അവിടെയാണ് അയാളെ മറവ് ചെയ്യപ്പെടുക. അതുകൊണ്ട് മണ്ണ് ആഹ്ലാദം കൊണ്ടാണ് ചിലപ്പോ. എന്നാൽ ഈ മണ്ണിലേക്ക് തിരിച്ചു വരുമ്പോ ഈ മണ്ണിന്റെ മുകളിൽ ഹറാമ് ചെയ്തതിന്റെ പേരിൽ ദേഷ്യം വന്നിട്ടും പിടിച്ചു കുടുക്കിക്കളയും മണ്ണ് എന്നാണ് പ്രിയപ്പെട്ടവരെ. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവാണ് അങ്ങനെ ആയതെങ്കിൽ ആരാ നമ്മുടെ മയ്യത്ത് പിടിക്കാനുണ്ടാവുക? കടക്കാര്.
കള്ളുകുടിയന്മാര്, ഇവിടുത്തെ കാര്യമല്ല, പലിശക്ക് കൊടുക്കുന്നവര്, ഹറാമ് ചെയ്യുന്നവര്, തർക്കുസലാത്തിന്റെ ആളുകള്, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകള്, അവരാണ് മയ്യത്ത് മഞ്ചം പിടിക്കുന്നത്. അവരാണ് കേരളത്തിൽ ഖബറിലേക്ക് പലപ്പോഴും ഇറക്കാറുള്ളത്. രക്ഷപ്പെടാൻ കേപ്പില്ല മുഅ്മിനേ. കരുണക്കടലായ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് മനസ്സ് നിറഞ്ഞ് ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. ആരെങ്കിലും എല്ലാ ഹദിയയും തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇപ്പോഴേ അത് പ്രഖ്യാപിക്കുക. അവിടെ നിന്ന് ദ്വാരക്കുന്നതായിരിക്കും. ലേലം വിളി കഴിഞ്ഞ് അധികം ദീർഘമില്ലാതെ നമുക്ക് ദ്വാരന്ന് പിരിയാം. ഒരുപക്ഷെ അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ ദിവസം നാളെയാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഖൈറാണെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്നെ പറ്റിയുള്ളൊരു പരാതി തന്നെ, എവിടെ മരണം പറഞ്ഞാലും അന്നൊരാൾ മരിക്കുന്ന, അഥവാ ആരെങ്കിലും മരിച്ച എന്നെ കുറ്റപ്പെടുത്തിയത് മുഅ്മിനീങ്ങളെ, അസ്റായീൽ കടൽ കടന്ന് എത്തിയെന്ന് മാത്രം കരുതിയാൽ മതി. അഥവാ മരിച്ചിട്ടില്ലെങ്കിലും ഒന്നും കരുതണ്ട. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. നാളെ നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ വേദിയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആഫിയത്തോടെ പറയാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാടിന് 50,000-ൽ താഴെയുള്ള ഒരു രൂപക്ക് വിളിച്ചെടുക്കപ്പെട്ടു. പലരായിട്ടാണെങ്കിലും അത്രയും സംഖ്യ അതിന് ലഭിച്ചു. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. ഇപ്പൊ ലേലം വിളിക്കുമ്പോൾ ഇനി ദുആയൊന്നും വേണ്ടാന്ന് കരുതി നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകണ്ട. അധികം നീളില്ല. ഇൻഷാ അല്ലാഹ് ഒരാടന്നെ ആദ്യം നമുക്ക് ലേലം വിളിക്കാം. കഴിഞ്ഞ